ഈ രേഖാചിത്ര അഥവാ ക്യാരക്ടർ സ്കെച്ച് ഒരു ഫോം ഓഫ് ലിറ്ററേച്ചറാണ്. അത് ഹിന്ദി സാഹിത്യത്തിൽ വളരെ ചുരുക്കം വരെ സക്സസ്ഫുള്ളി എഴുതിയിട്ടുള്ളൂ. അതിലൊരാളാണ് മഹാദേവി വർമ്മ. മഹാദേവി വർമ്മ ആക്ച്വലി ഒരു പോയറ്റാണ്. ഛായാവാദി യുഗിലെ ഒരു പ്രമുഖ വ്യക്തിത്വമാണ്. ഛായാവാദി ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഹിന്ദി സാഹിത്യത്തിൽ. അതിലെ ഒരു റൊമാൻറ്റിസിസം എന്ന് പറയും, അതിലെ ഒരു മെയിൻ ആളായിരുന്നു മഹാദേവി വർമ്മ. ജ്ഞാൻപീഠ് പുരസ്കാർ വിന്നറാണ്. അതിലുപരി മൃഗങ്ങളോടും പക്ഷികളോടും വളരെയധികം സ്നേഹം ഉള്ള ഒരു ലേഡിയായിരുന്നു. അവരുടെ വീട്ടിൽ തന്നെ ഒരുപാട് മൃഗങ്ങൾ അവർ വളർത്തുമായിരുന്നു. പശു, പട്ടി, പൂച്ച, ഈവൻ അണ്ണാൻ, പിന്നെ പീകോക്ക്, അങ്ങനെ വളരെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു മഹാദേവി വർമ്മയ്ക്ക്. അതിനെയെല്ലാം രേഖാചിത്രമായിട്ട് വളരെ മനോഹരമായിട്ട് അവർ വർണ്ണിച്ചിട്ടുമുണ്ട്. ആ വർണ്ണനയൊക്കെ കേട്ടാൽ ഒരിക്കൽ അത് വായിക്കുന്നവർക്ക് പിന്നീട് അവർക്കൊരു ഗില്ലു എന്ന് പറഞ്ഞൊരു അണ്ണാനെ പറ്റിയുള്ള ഒരു രേഖാചിത്രം, നമുക്ക് പിന്നീട് അണ്ണാൻ എന്ന് പറയുമ്പം ഓർമ്മ വരുന്നത് ഗില്ലുവാണ്. അതുപോലെ ഗോര എന്ന് പറഞ്ഞൊരു ഗായനെ പറ്റി, പശുവിനെ ഓർക്കുമ്പം തന്നെ മഹാദേവി വർമ്മയുടെ ആ ഗോരയാണ് ഓർമ്മ വരുന്നത്. പിന്നെ ഒരു നീൽകണ്ഠ് മോർ എന്ന് പറഞ്ഞൊരു പീകോക്കിനെ പറ്റി, നീൽകണ്ഠ് വളരെ ടച്ചിങ് ആണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ ഓരോ കഥ കാണും. എങ്കിൽ അതൊരു ക്യാരക്ടർ സ്കെച്ച് കൂടിയാണ്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു രേഖാചിത്രം. നമ്മൾ എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് സ്കെച്ച് വരയ്ക്കുന്നു, എന്നിട്ട് ഒരു സജീവമായ പെയിൻറ്റിങ്ങും സജീവമായ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു, അതുപോലെ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ വ്യക്തി, വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലമാകാം, അതിങ്ങനെ സജീവമായിട്ട് നമ്മുടെ മുമ്പിൽ വരും. ഏതെങ്കിലും ഒരു ലിവിങ് തിങ് തന്നെ ആവണമെന്നില്ല. ഈവൺ ഒരു മോണുമെൻറ്റിനെ പറ്റി, ഇപ്പോൾ താജ്മഹലിനെ പറ്റി വളരെ മനോഹരമായി രേഖാചിത്രം എഴുതാം. നമ്മൾ പോകാതെ തന്നെ നമുക്ക് താജ്മഹലിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. അതുപോലെയാണ് ഈ സോനാഹിർണി എന്ന രേഖാചിത്രം. ഇപ്പോൾ രേഖാചിത്രം എന്താണെന്നും പിന്നെ ഈ മഹാദേവി വർമ്മയെ പറ്റി ഉള്ള ഡീറ്റെയിലിങ്സും പിന്നെ ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതെല്ലാം നമുക്ക് വേറെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ആദ്യം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. सोना की आज अचानक स्मृति हो आने का कारण है, मेरे परिचित स्वर्गीय डॉक्टर धीरेन्द्रनाथ बसु की पौत्री സുസ്മിത ने लिखा है. എനിക്കിന്ന് ഞാൻ വളർത്തിയ ഒരു ഹിരണി, ഒരു മാൻ, അതിൻ്റെ ഓർമ്മ ഇന്ന് പെട്ടെന്ന് എടുത്തു വരാനൊരു കാരണമുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഡോക്ടർ ധീരേന്ദ്ര ബസു, അദ്ദേഹത്തിൻ്റെ കൊച്ചുമോള് സുസ്മിത എനിക്കൊരു കത്തെഴുതി. ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: गत वर्ष अपने पड़ोसी से मुझे एक हिरण मिला था. बीते कुछ महीनों में हम उससे बहुत स्नेह करने लगे हैं, परंतु अब मैं अनुभव करती हूँ कि सघन जंगल से संबद्ध रहने के कारण तथा अब बड़े हो जाने के कारण उसे घूमने के लिए അധിക് വിസ്തൃത് സ്ഥാൻ ചാഹിയെ. സുസ്മിത എഴുതിയിരിക്കുന്നത്, കഴിഞ്ഞ വർഷം എൻ്റെ അയൽക്കാരിൽ നിന്ന് എനിക്കൊരു കൊച്ചു മാനിനെ കിട്ടി. അത് ഞങ്ങളുടെ കൂടെ വളർന്ന് കുറച്ച് മാസങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നപ്പം തന്നെ ഞങ്ങളുമായിട്ട് നല്ല അടുത്തു. ഞങ്ങൾക്ക് അതിനോട് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മാനെന്ന് പറയുമ്പം നല്ല വിശാലമായ സ്ഥലത്ത് വനപ്രദേശങ്ങളിൽ ജീവിച്ചു വരേണ്ട ഒരു ജീവാണ്. അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ വനപ്രദേശമാണ്. അപ്പോൾ അതിപ്പോൾ വളർന്നു വരുന്നു. ഞങ്ങളുടെ വീട്ടിൽ സ്ഥലപരിമിതിയുണ്ട്, അതിനധികം ഓടി നടക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ക്യാ കൃപാ കർക്കെ ഉസേ സ്വീകാർ കरेंगी, ദയവ് ചെയ്ത് അതിനെ ഒന്ന് സ്വീകരിക്കൂ. സച്മുച്ച് मैं आपकी बहुत आभारी रहूँगी, क्योंकि आप जानती हैं मैं उसे ऐसे व्यक्ति को नहीं देना चाहती जो उससे बुरा व्यवहार करे. ഞാൻ എന്താണ് ഇത് താങ്കൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, എനിക്കിത് വേറെ ദുഷ്കരുടെ കയ്യിൽ ചെന്ന് പെടുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ കയ്യിലാണെങ്കിൽ ഇത് സുരക്ഷിതമായിട്ട് സേഫായിട്ട് ഇരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് വേറെ ആർക്കും കൊടുക്കാതെ അങ്ങയുടെ കയ്യിൽ ഞാനിത് തരാൻ ആഗ്രഹിക്കുന്നത്.
मेरा विश्वास है आपके यहाँ उसकी भली ഭാന്തി देखभाल हो सकेगी. അങ്ങയുടെ അവിടെ ഇതിനെ നല്ല കെയർ ആയിരിക്കും, എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം മഹാദേവി വർമ്മയ്ക്ക് ഒരുപാട് പെറ്റ് ആനിമൽസ് ഉണ്ടായിരുന്നു. ഇവൺ അണ്ണാനുണ്ടായിരുന്നു, പട്ടി, പൂച്ച, പശു, ഈവൻ പീക്കോക്ക് വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം അവർ വളരെ ഭംഗിയായിട്ടുള്ള രേഖാചിത്രം എഴുതിയിട്ടുണ്ട്. നമുക്കും അതിനോടങ്ങ് വളരെ അടുപ്പം തോന്നും ആ ജീവജാലങ്ങളോട്. ഇപ്പം രേഖാചിത്രം നമ്മൾ പറയുമ്പോൾ ക്യാരക്ടർ സ്കെച്ചാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു അല്ലെ വ്യക്തി അതിനെ വളരെ മനോഹരമായിട്ട് ശബ്ദങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്നതിനെയാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ സ്കെച്ച് ചെയ്യുന്നോ അതുപോലെ വാക്കുകൾ കൊണ്ട് വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനെയാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. കई वर्ष पूर्व मैंने निश्चय किया कि अब हिरण नहीं पालूंगी. എൻ്റെ ജീവിതത്തിൽ ആക്ച്വലി ഞാൻ കുറേ വർഷം മുമ്പ് ഒരു തീരുമാനം എടുത്തിരുന്നു. ഈ മാനിനെ ഞാൻ ഒരിക്കലും വളർത്തത്തില്ലെന്ന് ഞാനൊരു പ്രോമിസ് എടുത്തിരുന്നു. परंतु आज उस नियम को भंग किए बिना इस कोमल प्राण जीव की रक्षा संभव नहीं है. പക്ഷേ ഇന്ന് എനിക്ക് ആ ഒരു പ്രോമിസ് മുറിക്കേണ്ടി വരുന്നു. അല്ലാതെ എനിക്ക് ഈ മാനിനെ, സുസ്മിതയുടെ കയ്യിലിരിക്കുന്ന ഈ മാന് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ ചെന്ന് പെടും. പിന്നെ അതിൻ്റെ ജീവിതം എങ്ങനെയാവുമെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. ഞാൻ ആക്ച്വലി വർഷങ്ങൾ മുമ്പ് ഒരു തീരുമാനം എടുത്തതാണ്, ഇനിയും മാനിനെ ഞാൻ വളർത്തൂലാന്ന്. കാരണം അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. सोना भी इसी प्रकार अचानक आई थी, परंतु वह तब तक अपनी शैशवावस्था भी पार नहीं कर सकी थी. ഞാൻ വളർത്തിയ ഒരു മാൻ, അതിൻ്റെ പേര് സോന എന്നാണ്. സോനയും ഇങ്ങനെ അപ്രതീക്ഷിതമായാണ് എനിക്ക് കിട്ടിയത്. ശൈശവാवस्था भी वो पार नहीं कर पाई थी. അന്ന് വളരെ ചെറുതായിരുന്നു. सुनहरे रंग के रेशमी लच्छों की गांठ के समान उसका कोमल लघु शरीर था. ആ സോനയുടെ എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് വളരെ ചെറുതായിരുന്നു, അത് കോമലായിരുന്നു അതിൻ്റെ ശരീരം, ലഘുവായിരുന്നു, ചെറിയൊരു ശരീരം. പിന്നെ അതിൻ്റെ രോമാവലി എങ്ങനെയായിരുന്നു, നല്ല സുൻഹരേ രംഗ്, നല്ല ഗോൾഡൻ കളറുള്ള സിൽക്കി ലച്ചോങ്കി ഗാണ്ട്, ഒരു സിൽക്ക് നൂലുകൾ സ്വർണ്ണ നിറത്തിലെ അതിൻ്റെ ഒരു ബഞ്ച് പോലെ ആയിരുന്നു അത്. ഛോട്ടാ സാ മുഹ് और बड़ी बड़ी पानीदार आँखें. ചെറിയൊരു മുഖവും വലിയ വലിയ വാട്ടറി കണ്ണുകളും, പാനീദാർ ആँखें. देखती थी तो लगता था कि अभी झलक पड़ेगी. അതെന്നെ ഇങ്ങോട്ട് നോക്കിയാലുണ്ടല്ലോ, അത് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തോന്നും ദാ ഇപ്പം കണ്ണിൽ നിന്ന് വെള്ളം വീഴും. ഉന്മേ പ്രസുപ്ത ഗതി കി ബിജ്ലി കി ലഹർ ആँखों में कौंध जाती थी. ഒരു മാനാണ്, അത് നല്ല സ്പീഡിൽ ഓടുന്ന ഒരു ജീവാണ്. പക്ഷേ ആ സമയത്ത് അത് ശൈശവാവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗതി പ്രസുപ്താവസ്ഥയിലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു തീവ്രത അതിൻ്റെ കണ്ണുകളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരുന്നു. सब उसके सरल शिशु रूप से इतने प्रभावित हुए कि किसी चंपक वर्णा रूपसी के उपयुक्त सोना, सुवर्णा, स्वर्णलेखा आदि नाम उसका परिचय बन गए. എല്ലാവരും വളരെ എല്ലാവരും അതിൻ്റെ ആ ഒരു സ്വർണ്ണ നിറം കണ്ടിട്ട് അതിനെ പല പേരുകൾ വിളിക്കാൻ തുടങ്ങി. സോന, സുവർണ, സ്വർണലേഖ, സ്വർണത്തിൻ്റെ നിറമായിരുന്നു അതിൻ്റെ രോമാവലി. परंतु उस बेचारे हरिन शावक की कथा तो मिट्टी की ऐसी व्यथा कथा है जिसे मनुष्य निष्ठुरता गढ़ती है. യഥാർത്ഥത്തിൽ ആ സോനയുടെ ലൈഫ് സ്റ്റോറി, സോന എങ്ങനെ എൻ്റെ കയ്യിൽ വന്നു, അതിൻ്റെ പിന്നിൽ ഒരു വളരെ ട്രാജിക് ഒരു സ്റ്റോറിയുണ്ട്. മനുഷ്യനെ പോലെ ഒരു നിഷ്ഠുരനായ ഒരു വ്യക്തിക്ക് അത് ആ ഒരു സ്റ്റോറി ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. മനുഷ്യനെ പോലെ നിഷ്ഠുരനായ ഒരു ജീവ്, അതിന് മാത്രമേ ഇങ്ങനത്തെ ഒരു ക്രൂരത ചെയ്യാൻ ഒക്കത്തുള്ളൂ. വഹ ന കിസി ദുർലഭ് ഖാൻ കെ അമൂല്യ ഹീരെ കി കഥ ഹെ. അപ്പം നമ്മൾ സോനയുടെ ജീവിതത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരു ദുർലഭ് ഖാൻ എന്ന് പറയുമ്പോൾ മൈൻ, നമ്മൾ മൈൻ ഇങ്ങനെ കുഴിച്ചു പോകുമ്പോഴാണ് നമുക്ക് രത്നങ്ങൾ കിട്ടുന്നത്. അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥയൊന്നുമല്ല ഇത്. അത്രയും വളരെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന, ഇങ്ങനെ കുഴിച്ചു പോയി കുറേ ദിവസം കുഴിച്ചു കഴിഞ്ഞപ്പം മൈനിൻ്റെ അകത്തുനിന്ന് ഡയമണ്ട് കണ്ടെത്തി എന്ന് പറയുന്ന പോലെ ഒരു കഥയല്ല സോനയുടെ കഥ. और न अथाह समुद्र की महार्घ मोती की. അതുപോലെ തന്നെ കടലിൻ്റെ ഉള്ളിൽ മുങ്ങി തപ്പി കിട്ടുന്ന ഒരു പവിഴം പോലത്തെ ഭംഗിയുള്ള ഒരു സംഭവം കിട്ടുമ്പോൾ ഉള്ളൊരു एक्साइटिंग സ്റ്റോറിയൊന്നും അല്ല സോനയുടെ കഥ. നിർജീവ് വസ്തുओं से
मनुष्य अपने शरीर का प्रसाधन मात्र करता है, अतः उनकी स्थिति में परिवर्तन के अतिरिक्त कुछ कथनीय नहीं रहता. ഈ മനുഷ്യ എന്ന് പറയുമ്പം ഈ നിർജീവമായ വസ്തു സാധനങ്ങൾ കൊണ്ട് തൻ്റെ ശരീരത്തിനെ അലങ്കരിക്കാറുണ്ട് മനുഷ്യൻ. परंतु सजीव से उसे शरीर या अहंकार का जैसा पोषण अभीष्ट है, उसमें जीवन मृत्यु का संघर्ष है. सो जो सारी जीवन कथा का तत्व है. നിർജീവ വസ്തു കൊണ്ട് മനുഷ്യൻ അലങ്കരിക്കും. നമ്മൾ മുത്തുമാല ഇടുന്നു, കമ്മലിടുന്നു, വളയിടുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ആഭൂഷണങ്ങളിടുന്നു. പക്ഷേ സജീവ് ജീവനുള്ള വസ്തുവിനെയും കൊന്നുകൊണ്ട് മനുഷ്യൻ തൻ്റെ അഹങ്കാരത്തിനെയാണ് തുഷ്ടപ്പെടുത്തുന്നത്. അതാണ് ഒരു ജീവൻ മൃത്യു സംഘർഷമാണ്. മനുഷ്യൻ തൻ്റെ ആഭൂഷണങ്ങൾ ഇട്ടോട്ടെ, പക്ഷേ മനുഷ്യൻ അത് നിർജീവമായ വസ്തു ഉപയോഗിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. പ്രഷ്യസ് സ്റ്റോൺസൊക്കെ വെച്ച് മോതിരം ഇടുക, അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ ജീവനുള്ള വസ്തുവിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ആഭൂഷണമായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് അതൊരു നല്ല കാര്യം അല്ല. जिन्होंने हरितिमा में लहराते हुए मैदान पर छलांगे भरते हुए हिरणों के झुंड को देखा होगा, वही उस अद्भुत गतिशील सौंदर्य की कल्पना कर सकता है. നമ്മൾ ഈ നല്ല പച്ചിപ്പ് നിറഞ്ഞൊരു മൈതാനത്തിൽ ആ മൈതാനത്തിൽ ചാടി ചാടി പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മാൻ, അവരുടെ ആ ഒരു സൗന്ദര്യം, പച്ച പുല്ല്, അതിൽ സ്വർണ്ണ നിറത്തിലെ മാനുകൾ ഇങ്ങനെ ചാടി ചാടി പോകുന്നു. ആ ഒരു സീൻ കണ്ട ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു സൗന്ദര്യം ഇമാജിൻ പോലും ചെയ്യാനൊക്കത്തുള്ളൂ. മാനോ തരൽ മർക്കത്ത് കെ സമുദ്രമേ സുൻഹലെ ഫേൻ വാലി ലഹറോं का ഉദ്വേലൻ ഹോ. അതെങ്ങനെയാണ് കവയിത്രി കൂടിയായ മഹാദേവി വർമ്മ, ഹിന്ദി സാഹിത്യത്തിലെ ആധുനിക് മീര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കവിഹൃദയമുള്ള മഹാദേവി വർമ്മ വർണ്ണിച്ചിരിക്കുന്നത് തരല മരകത് കെ സമുദ്രം, മരകതം കൊണ്ടുള്ള ഒരു സമുദ്രത്തിൽ അതിൽ ഗോൾഡൻ വേവ്സ് എങ്ങനെ തിളങ്ങുന്നു. ഗോൾഡൻ വേവ്സ്, ഈ ഗോൾഡൻ വേവ്സ് ഉദ്ദേശിക്കുന്നത് ഈ സ്വർണ്ണ നിറത്തിലുള്ള മാനെല്ലാം കൂടി ഇങ്ങനെ ചാടുമ്പോൾ അവർ തിരമാലകൾ പോലെ തോന്നുകയും ഈ മൈതാനത്തിലുള്ള പച്ച പുല്ലിപ്പ് അത് മരകതത്തിൻ്റെ സമുദ്രമായിട്ട് ഗ്രീൻ മരകതം എന്ന് പറയുമ്പോൾ ഗ്രീൻ പ്രഷ്യസ് സ്റ്റോണാണ്. അപ്പോൾ അതിൽ ചാടുന്ന ഈ മാനിൻ്റെ സൗന്ദര്യം അത് അത്രയ്ക്ക് മനോഹരമാണ്. परंतु जीवन के इस जल सौंदर्य के प्रति शिकारी का आकर्षण नहीं रहता. പക്ഷേ ജീവിതത്തിൻ്റെ ഈ ഒരു മനോഹരമായ കാഴ്ച ഈ വേട്ടക്കാർക്കതൊന്നും അതിനെ പ്രതി ഈ വേട്ടക്കാർ ഈ ഒരു മനോഹര സൗന്ദര്യമൊന്നും ആസ്വദിക്കുന്നേ ഇല്ല. मैं प्रायः सोचती हूँ कि मनुष्य जीवन की ऐसी सुंदर ऊर्जा को निष्क्रिय और जड़ बनाने के कार्य को मनोरंजन कैसे कहता है. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, മനുഷ്യരുടെ ഒരു പ്രത്യേക തരത്തിലെ മനുഷ്യൻ്റെ സ്വഭാവം ഒരു പ്രത്യേക തരത്തിലാണ്. ജീവിതത്തിന് ഇത്രയും നല്ലൊരു സൗന്ദര്യം നിറഞ്ഞ ഒരു ഊർജ, ഒരു എനർജി, അതിനെ നിഷ്ക്രിയവും അതിനെ ജഡവും ആക്കിക്കഴിഞ്ഞ് അങ്ങനെ ആക്കുന്നതിനെ മനോരഞ്ജനാണെന്ന് പറയുക, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണെന്ന് പറയുക. അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ എപ്പോഴും ആലോചിക്കും. ഇത്രയും നല്ല സൗന്ദര്യമുള്ള മാൻ, സ്വർണ്ണ നിറത്തിലുള്ള മാൻ, അത് ജീവനോടെ ഓടുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം. അതിനെ കൊന്ന് അതിനെ നിർജീവമാക്കി അതിനെ ജഡാക്കി എന്നിട്ട് എന്തോ വലിയ കാര്യം നേടിയ പോലെ അതൊരു എൻ്റർടൈൻമെൻ്റ് ആണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മനുഷ്യ മൃത്യു കോ അസുന്ദർ ഹി നഹി അപവിത്ര ഭി മാനതാ ഹൈ. ഒരു ഫാക്റ്റ് ക്ലിയർ ആണ്, മനുഷ്യന് മരണത്തിനെ അസുന്ദറും അപവിത്രവും എന്നാണ് കരുതുന്നത്, സ്വയം കരുതുന്നത് അങ്ങനെയാണ്. ഉസ്കെ പ്രിയതം ആത്മീയ ജൻ കാ ശവ് ഭി ഉസ്കെ വികട്ട് അപവിത്ര അസ്പൃശ്യ തഥാ ഭയജനക് ഹോ ഉഠ്താ ഹൈ. മനുഷ്യർ മരിക്കുമ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ പോലും മരിച്ചു കഴിഞ്ഞ് വൺസ് ഡെഡ്, അതിനെ ഡെഡ് ബോഡി എന്നാണ് പറയുന്നത്. പിന്നെ അതിനെ നമ്മളൊരു അപവിത്രവും, ഡെഡ് ബോഡി കാണുമ്പോൾ നമുക്ക് പേടിയാവുകയും നമ്മളതിനെ വളരെ ഭയത്തോടെ നോക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ശവം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ജബ് മൃത്യു ഇത്തനി अपवित्र और सुंदर है तब उसे बांटते घूमना क्यों अपवित्र और असुंदर कार्य नहीं है, यह मैं समझ नहीं पाती. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ മരണം ഇത്രയും അപവിത്രവും അസുന്ദരവും ആണെങ്കിൽ പിന്നെ അതിനെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നടക്കുന്നത്,
അതിനെ എന്തുകൊണ്ട് അപവിത്രവും അസുന്ദരവും ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യൻ സ്വയം മരണത്തിനെ ഒരു അപവിത്ര വസ്തുവായിട്ട് കാണുന്നു. പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് ജീവനുള്ള വസ്തുവിനെയെല്ലാം കൊന്ന് അപവിത്രമാക്കുന്നു? അതെനിക്ക് മനസ്സിലാവുന്നില്ല. आकाश में रंग बिरंगे फूलों की घटाओं के समान उड़ते हुए और वीणा वंशी मुरज जल तरंग आदि का वृंदवादन बजाते हुए പക്ഷി കിത്നെ സുന്ദർ ജാൻ പടുത്തെ ഹെ. ആകാശത്തിൽ നോക്ക്, നല്ല കളർഫുൾ പൂക്കളെ പോലെ ഇങ്ങനെ പറന്ന് നടക്കുന്ന പക്ഷികൾ. അവരുടെ സൗണ്ടാണെങ്കിൽ വീണ, വംശി, മുരജ്, ജൽ തരംഗ്, ഈ മാതിരി ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ എല്ലാത്തിനും ഒരു മിക്സ്ചർ പോലെയാണ് തോന്നുന്നത്. നമുക്കൊരു ഓർക്കസ്ട്ര പോലെ തോന്നും. അതെന്ത് ഭംഗിയാണത് കേൾക്കുമ്പം. മനുഷ്യനെ ബന്ദൂക്കുഠായി, നിശാന സാധ और कई गाते उड़ते പക്ഷി ധർത്തി പർ ഢേലെ കെ സമാനാഗിരെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ എന്ന ഒരു നിഷ്ഠുര മൃഗം തോക്കെടുത്ത് ഉന്നം വെച്ച് ഈ നല്ല പോലെ പാട്ടും പാടി നല്ല കളർഫുള്ളായിട്ടുള്ള പക്ഷികളെ വെടിവെച്ച് കൊന്ന് അത് ഒരു കട്ട വന്ന് താഴെ വീഴുന്നു. അത് വന്ന് താഴെ പടുവന്ന് വന്ന് വീഴും. കിസി കി ലാൽ പീലി ചോഞ്ച് വാലി ഗർദൻ ടൂട്ട് ഗയി ഹൈ, किसी के पीले सुंदर पंजे टेढ़े हो गए और किसी के ഇന്ദ്രധനുഷി പങ്ക് ബിഖർ ഗए हैं. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്? ചിലരുടെ നല്ല 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 ചുണ്ട് മുറിഞ്ഞു പോകുന്നു, കഴുത്തൊടിഞ്ഞു പോകുന്നു. ചിലർക്ക് പീലെ സുന്ദർ പഞ്ചേ, നല്ല ഭംഗിയുള്ള പഞ്ചേ എന്ന് വെച്ചാൽ ഈ കൈയുടെ നെയിൽസ്, ആ ക്ലോസ് എന്ന് പറയും, CLAWS, അത് ഒടിഞ്ഞു പോകുന്നു. കിസിക്ക് ഇന്ദ്രധനുഷി പങ്ക് ബിഖർ ഗए हैं. ചില നല്ല റെയിൻബോ കളേഴ്സാണ് ബേർഡ്സിൻ്റെ, അതെല്ലാം അങ്ങ് നഷ്ടപ്പെടുന്നു. ശത് വിശത് രക്തസ്നാത് ഉന്മൃത് അർദ്ധമൃത് ലഘു ഗാത്തോ മേ ന അബ് സംഗീത് ഹൈ ന സൗന്ദര്യ. ഈ രീതിയിൽ മനുഷ്യൻ മുറിവേൽപ്പിക്കുന്ന, രക്തസ്നാത്ത്, രക്തത്തിൽ കുളിപ്പിക്കുന്ന, മൃതപ്രായരാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ അർദ്ധമൃത്, ചിലർ മൃത്യുവണയും, ചില ജീവജാലങ്ങൾ അപ്പം തന്നെ മരണത്തിന് കീഴ്പ്പെടും, ചിലർ മൃതപ്രായരായി കിടക്കും. അങ്ങനത്തെ ലഘു ഗാത്തോമേ, ലഘു ശരീരങ്ങളിൽ, ആ മിണ്ടാപ്രാണികളുടെ ലഘു ഗാത്തോമേ ന അബ് സംഗീത് ഹൈ ന സൗന്ദര്യം. അതിൽ സംഗീതവും നഷ്ടപ്പെട്ടു, സൗന്ദര്യവും നഷ്ടപ്പെട്ടു. ആക്ച്വലി ടെക്സ്റ്റിൽ ലഘു ഗീത്തോമേ എന്ന് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി അത് ലഘു ഗാത്തോമയാണ്. ഗാത്ത് മീൻസ് ശരീരം. परंतु तब भी मारने वाला अपनी सफलता पर नाच उठता है. നമുക്ക് അതിശയം തോന്നും. ആ സമയത്ത് ഈ വേട്ടക്കാർ, മനുഷ്യന് ആ സമയത്ത് തൻ്റെ സക്സസ്സിനെ ഓർത്ത് ഇത്രയും അങ്ങ് ആനന്ദിക്കുന്ന കാണാം. ഞാൻ ആ പക്ഷീനെ വെടിവെച്ച് വീഴ്ത്തി, നല്ലപോലെ പാറി പറന്നിരുന്ന, പാട്ടുപാടി പാറി പറന്നിരുന്ന കളർഫുള്ളായിട്ടുള്ള പക്ഷികളെ മൃതപ്രായരായി താഴെ വീഴ്ത്തുമ്പോൾ ഇവർക്ക് വളരെ ആഹ്ലാദമാണ്. പക്ഷി ജഗത് में ही नहीं, पशु जगत में भी मनुष्य की ध्वंस लीला ऐसी ही निष्ठुर है. പക്ഷി ജഗത്തിൽ മാത്രമല്ല, ബേർഡ്സിൻ്റെ ഇടയിൽ മാത്രമല്ല, ആനിമൽസിനെ ഇതുപോലെ മനുഷ്യൻ കൊല്ലും. പശു ജഗത് में हिरण जैसा निरीह और सुंदर पशु नहीं है. ഹിരണിനെ പോലെ, മാനിനെ പോലെ അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ഒരു, വളരെ അയ്യോ പാവമായിട്ടുള്ള ഒരു മൃഗം വേറെയില്ല. ഉസ്കി ആഖേ തോ മാനോ കരുണ കി ചിത്രലിപി ഹെ. മാൻ്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ശരിക്കും ഒരു കരുണ നിറഞ്ഞ ഒരു കണ്ണുകളാണ്. परंतु इसका भी गतिमय सजीव सौंदर्य मनुष्य का मनोरंजन करने में असमर्थ है. പക്ഷേ മനുഷ്യൻ്റെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സജീവമായ സൗന്ദര്യം മനുഷ്യന് ഇഷ്ടമല്ല. അതിനെ കൊന്ന് അതിനെ നിർജീവമാക്കുമ്പോഴാണ് മനുഷ്യന് സന്തോഷമാവുന്നത്. मानव को जो जीवन का श्रेष्ठतम रूप है, जीवन के अन्य रूपों के प्रति इतनी वृतृष्णा और विरक्ति और मृत्यु के प्रति इतना मोह और इतना आकर्षण क्यों? മനുഷ്യൻ്റെ കാര്യം ഞാൻ ആലോചിക്കുവാണ്. ജീവിതത്തിലെ മറ്റ് മനുഷ്യൻ്റെ കാര്യം ഞാൻ ആലോചിക്കുകയാണ്. മനുഷ്യൻ സ്വയം മറ്റ് ജീവജാലങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠനായ ഒരു സൃഷ്ടിയാണെന്നാണ് കരുതുന്നത്. അതിന് പക്ഷേ മറ്റ് ജീവജാലങ്ങളോട് ഇത്രയും വെറുപ്പ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല.
അതും മരണത്തോട് ഇത്രയും ആഗ്രഹം. സ്വന്തം മരിക്കുകയല്ല, സ്വയം മരണം വരിക്കുകയല്ല, മറ്റ് ജീവജാലങ്ങൾക്ക് മരണം വാരി വിതറി കൊടുക്കുന്നതിന് മനുഷ്യന് ഇത്രയും അട്രാക്റ്റീവ് ആവുന്ന എന്താണ്, മനുഷ്യന് ഇത്രയും അട്രാക്ഷൻ തോന്നുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മനുഷ്യൻ എന്തുകൊണ്ട് ഇത്രയും സന്തോഷിക്കുന്നു? സ്വയം മറ്റ് ജീവജാലങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠനായ ഒരു സൃഷ്ടിയാണെന്ന് സ്വയം ധരിക്കുകയും മറ്റുള്ള ജീവജാലങ്ങൾക്കെല്ലാം മരണം വിധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യനെ എന്താണ് വിളിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ക്രൂരത, മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ ചെയ്യുന്ന ക്രൂരതയെപ്പറ്റി, പിന്നെ ഈ മാൻപേടയുടെ ജീവിതത്തെപ്പറ്റി നമ്മളെ പറഞ്ഞു തരികയാണ് ഈ സോനാ ഹിർണി എന്ന ഒരു രേഖാചിത്രത്തിൽ. ജ്ഞാൻപീഠ് പുരസ്കാർ വിന്നർ കവയിത്രി മഹാദേവി വർമ്മയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രേഖാചിത്രം സോനാ ഹിർണിയുടെ പാർട്ട് 2ലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മാനിനെ വളർത്തുന്ന അനുഭവം അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. അത് വളർത്തിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് മഹാദേവി വർമ്മ ഈ സോനാ ഹിർണിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. ഇതൊരു രേഖാചിത്രമാണ്, ക്യാരക്ടർ സ്കെച്ചാണ്. വാക്കുകൾ കൊണ്ട് വരച്ച് നിർമ്മിക്കുന്ന സോനയുടെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ മുമ്പിൽ മെല്ലെ മെല്ലെ തെളിഞ്ഞു വരികയാണ്. എങ്ങനെ ഒരു മാനിനെ മഹാദേവി വർമ്മയ്ക്ക് കിട്ടി, അതിനെ വളർത്തിയ അനുഭവം, അതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇനി ഞാൻ മാൻ വളർത്തില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു കവയിത്രി. ഒരുപാട് മൃഗങ്ങളും പക്ഷികളും വളർത്തിയിരുന്ന, അതിനോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്ന ഒരു കവയിത്രിയാണ് മഹാദേവി വർമ്മ. എന്നിരുന്നാലും മാനിനെ വളർത്തിയപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം, ഒരു ദുരനുഭവം ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി മേലാ മാൻ വളർത്തില്ല എന്നൊരു തീരുമാനം എടുക്കുകയും, പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരു കത്ത് കിട്ടുകയും ഒരു മാനിനെ ഒന്നും കൂടെ വളർത്താം എന്നൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യുകയാണ്. ആ വേളയിൽ പണ്ട് വളർത്തിയ സോനാ ഹിർണിയുടെ അനുഭവം കവയിത്രി പങ്കുവെക്കുകയാണ് വളരെ മനോഹരമായി. बेचारी सोना भी मनुष्य की इसी निष्ठुर मनोरंजन प्रियता के कारण अपने अरण्य परिवेश और स्वजाति से दूर मानव समाज में आ पड़ी थी. സോന എങ്ങനെ മനുഷ്യരുടെ ഇടയിൽ വന്നുപെട്ടു? അത് മനുഷ്യരുടെ ഒരു ക്രൂരത, വിനോദത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുക, നിഷ്ഠുരമായി കൊല്ലുക, അങ്ങനെ മനുഷ്യൻ ചെയ്ത ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വനപ്രദേശത്തിൽ ചാടി നടക്കേണ്ട തൻ്റെ സ്വജാതിയുടെ കൂടെ, മാൻ നമുക്കറിയാം കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരു മൃഗമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു സ്വജാതിയുടെ ഇടയിൽ നിന്ന് മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ വന്നുപെട്ട ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. प्रशांत वनस्थली में जब अलस भाव से रो मंथन करता हुआ मृग समूह शिकारियों की आहट से चौंक कर भागा, तब सोना की माँ सद्य प्रसूता होने के कारण भागने में असमर्थ रही. ഒരിക്കൽ സംഭവിച്ചതെന്താണ്? പ്രശാന്ത് വനസ്ഥലി, വളരെ ശാന്തമായ ഒരു വനപ്രദേശത്തിൽ അലസഭാവത്തിൽ ഒരു മൃഗക്കൂട്ടം ഇങ്ങനെ പുല്ല് മേയുകയായിരുന്നു. പെട്ടെന്ന് ഷിക്കാരിയോം കി ആഹട്ട് സെ ചോങ്കർ ഭാഗ, പെട്ടെന്ന് വേട്ടക്കാരുടെ സൗണ്ട് കേട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടി. പക്ഷേ ഈ സോനയുടെ അമ്മ ആ സമയത്ത് സദ്യപ്രസൂത ആയിരുന്നു. സദ്യപ്രസൂത എന്ന് വെച്ചാൽ സോനയെ പ്രസവിച്ച് അധികം ദിവസം ആയില്ലായിരുന്നു. അതുകൊണ്ട് വോ ഭാഗിനെ അസമർത്ഥ രഹി, മറ്റ് മൃഗങ്ങൾ ഓടുന്നത് പോലെ അതിന് ഓടാൻ പറ്റിയില്ല. സദ്യജാത് മൃഗശിശു തോ ഭാഗ് നഹി സക്താ ഥാ, എന്ന് മാത്രമല്ല അമ്മ ഓടിയാൽ തന്നെയും ഈ കൊച്ചുകുട്ടിക്ക് ഓടാനുള്ള കഴിവില്ല. अतः मृगी माँ ने अपनी संतान को अपने शरीर की ओट में सुरक्षित रखने के प्रयास में प्राण दिए. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു? തൻ്റെ കുഞ്ഞിനെ വളരെ സേഫായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് അതിങ്ങനെ അമങ്ങിയിരുന്നു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ അമ്പ് വന്ന് ഈ മാനിന് കൊള്ളുകയും ഈ സോനയുടെ അമ്മ മരിക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ ഒരു ക്രൂര വിനോദമായിട്ടുള്ള ഈ ഒരു ഷിക്കാർ കർണ, ഇങ്ങനെ വേട്ടയാടുക, അതിലാണ് ഒരു ഇരയായതാണ് സോനയുടെ അമ്മ.
पता नहीं दया के कारण या कौतुक प्रियता के कारण शिकारी मृत हिरणी के साथ उसके रक्त से सने और ठंडे स्तनों से चिपटे हुए शावक को ജീവിत ഉഠാ ലായ്. ഈ അമ്മ മരിക്കുകയും ഈ അമ്മയുടെ കൂടെ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് ആ അമ്മയുടെ തണുത്ത സ്തനങ്ങളിൽ പാല് കുടിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചു മാനിനെയും ഈ ശിക്കാരി ഈ വേട്ടക്കാർ പൊക്കിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വന്നു. പത്താനഹി ദയാക്കേ കാരൻ യാ കൗതുക് പ്രിയതാക്കേ കാരൻ, ദയ തോന്നി കൊണ്ടുവന്നതാണോ അതോ ഒരു ക്യൂരിയോസിറ്റിക്ക് കൊണ്ടുവന്നതാണോ എന്നറിയില്ല. ദയ ആകാൻ വഴിയില്ല, കാരണം ദയുള്ളവരാണെങ്കിൽ മാനിനെ കൊല്ലൂല. എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റിക്കായിരിക്കും ഈ കൊച്ചു മാനിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താണ് അവസ്ഥ? അമ്മ മരിച്ചുപോയ അറിയാതെ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് പാലും കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. उनमें से किसी के परिवार की सदै गृहिणी और बच्चों ने उसे पानी मिला दूध पिला पिलाकर 2-4 दिन जीवित रखा. ആ വേട്ടക്കാരുടെ കുടുംബത്തിലെ ഏതോ ഒരു സ്ത്രീ മക്കളും എല്ലാം കൂടെ ചേർന്ന് ഈ കൊച്ചു മാനിനെ പാലിൽ വെള്ളം കലർത്തി എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യിപ്പിച്ചു. കുറച്ച് ദിവസം അങ്ങനെ പോയി. सुस्मिता बसु के समान ही किसी बालिका को मेरा स्मरण हो आया और वह उस अनाथ शावक को मुमूर्ष अवस्था में मेरे पास ले आई. ഇന്ന് സുസ്മിത ബസുവിന് എൻ്റെ ഓർമ്മ വന്നതുപോലെ എനിക്ക് മൃഗങ്ങളോട് വളരെ ഇഷ്ടമാണ്, മമതയാണ്, ഞാൻ അവരെ വളരെ കെയറായിട്ട് വളർത്തും എന്ന ഒരു തോന്നൽ ആ വേട്ടക്കാരുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്കും പെട്ടെന്ന് എന്നെ ഓർമ്മ വന്നു. എന്നിട്ടത് ഈ ചാവാറായി കിടക്കുന്ന ഈ കൊച്ചു മാൻകുട്ടിയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ മാനിൻ്റെ ശാരീരിക അവസ്ഥ വളരെ വീക്കായിരുന്നു. शावक अवांछित तो था ही, उसके बचने की आशा भी धूमिल थी, परंतु मैंने उसे स्वीकार कर लिया. ഈ മൃഗശാവക്, കാരണം ഒരു മാനാണ്, മാൻകുട്ടിയെ വളർത്തുന്നത് അത്ര എളുപ്പമല്ല. കാരണം മാൻ പെട്ടെന്ന് വളർന്ന് വലുതായി അതിന് വലിയ മൈതാനമൊക്കെ വേണം. അതുകൊണ്ട് ഒരു പട്ടിക്കുട്ടിയെ പൂച്ചക്കുട്ടിയെ വളർത്തുന്ന പോലെ അത്ര ഡിസൈറബിൾ അല്ലായിരുന്നു ഈ മാനിനെ വളർത്തുക എന്നുള്ളത്. അവാഞ്ചിതായിരുന്നു, അൺഡിസൈറബിൾ ആയിരുന്നു. ലേക്കിൻ ഓർ ഉസ്കെ ബച്ചനെ കി ആശാ ഭി ധൂമിൽ തി. അത് മാത്രമല്ല അതിൻ്റെ അവസ്ഥ കണ്ടാൽ അത് ജീവിച്ചിരിക്കുമെന്ന് തന്നെ ഡൗട്ടായിരുന്നു. പരന്തു മേനെ ഉസെ സ്വീകാർ കർ ലിയ. പക്ഷെ ഞാൻ ആ മാനിനെ കൈവിട്ടില്ല, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തു. സ്നിഗ്ധ സുൻഹലെ രംഗ് കെ കാരൻ സബ് ഉസെ സോന കഹനെ ലഗെ. അതിൻ്റെ ആ ഒരു ഗോൾഡനിഷ് കളറിലെ ഒരു രോമാവലിയും അതിനെ കണ്ടാൽ തന്നെ ഒരു ഗോൾഡൻ കളറായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അതിനെ സോന സോന എന്ന് വിളിച്ചു. दूध पिलाने की शीशी, ग्लूकोज, बकरी का दूध आदि सब कुछ एकत्र करके उसे पालने का कठिन अनुष्ठान आरंभ हुआ. പിന്നീട് അതിനെ ജീവൻ നിലനിർത്തുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യമായി മാറി. പാല് കൊടുക്കുന്ന കുപ്പി, ഫീഡിംഗ് ബോട്ടിൽ, പിന്നെ ഗ്ലൂക്കോസ്, പിന്നെ ആട്ടുംപാല്, ഇതെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ മാൻകുഞ്ഞിനെ രക്ഷിക്കണമെന്നായി ഞങ്ങളുടെ ശ്രമം. उसका मुख इतना छोटा सा था कि उसमें शीशी का निप्पल समाता ही नहीं था. അതിൻ്റെ വാണെങ്കിൽ വളരെ ചെറുതായിരുന്നു, അതിൻ്റെ അകത്തൊരു ഫീഡിംഗ് ബോട്ടിൽ കയറൂല. ഉസ് പർ ഉസെ പീനാ ഭി നഹി ആതാ ഥാ. അത് മാത്രമല്ല അതിന് സക്ക് ചെയ്ത് ഫീഡിംഗ് ബോട്ടിലിൽ നിന്ന് എങ്ങനെ പാല് സക്ക് ചെയ്ത് കുടിക്കണമെന്നും അതിന് അറിയില്ലായിരുന്നു. ഫിർ ധീരെ ധീരെ ഉസെ പീനാ ഹി നഹി ദൂധ് കി ബോത്തൽ പെഹചാന ഭി ആ ഗയ. ആദ്യം ഫീഡിംഗ് ബോട്ടിലിൽ നിന്ന് ഫീഡ് ചെയ്യാൻ അറിയാത്ത ആ മാന് ധീരെ ധീരെ അഭ്യാസം കൊണ്ട് അതിന് പിന്നീട് എന്തായി, അതിന് പ്രാക്ടീസായി. ഈ ഫീഡിംഗ് ബോട്ടിൽ കാണുമ്പം തന്നെ അത് എക്സൈറ്റഡ് ആവും. आंगन में कूदते फांदते हुए भी भक्तिन को बोतल साफ करते देख कर वह दौड़ आती और अपनी तरल चकित आँखों से उसे ऐसे देखने लगती मानो वह कोई सजीव मित्र हो. ഫീഡിംഗ് ബോട്ടിൽ കഴുകുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു ഭക്തിൻ, ഒരു ലേഡി ഉണ്ടായിരുന്നു എനിക്ക്. അവരായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഭക്തിൻ ഈ ഫീഡിംഗ് ബോട്ടിൽ വാഷ് ചെയ്യുന്ന കാണുമ്പം തന്നെ ഈ സോന ഓടി വരും. और अपनी तरल चकित आँखों से उसे ऐसे देखने लगती मानो वह कोई सजीव मित्र हो. വളരെ ക്ലോസ് ഫ്രണ്ടിനെ നോക്കുന്ന പോലാണ് ആ ഫീഡിംഗ് ബോട്ടിലിനെ അത് നോക്കുന്നത്, കൗതുകത്തോടെ നോക്കും. അവിടെ ഇവിടെയും കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആങ്കന്മേ കൂത്തേ ഫാന്തേ,
ചാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഭക്തിൻ വന്ന് ഈ ഫീഡിംഗ് ബോട്ടിൽ വാഷ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഓടി വരും. उसने रात में मेरे पलंग के पाए से सट कर बैठना सीख लिया था, पर वह गंदा न करने की आदत कुछ दिनों के अभ्यास से पड़ सकी. രാത്രി ആവുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ കട്ടിലിൻ്റെ കാലിനോട് ചേർന്ന് വന്ന് ഇരിക്കും. पर वह गंदा न करने की आदत कुछ दिनों के अभ्यास से पड़ सकी. ആദ്യമൊക്കെ അവിടെ വൃത്തികേടാക്കുമായിരുന്നു. പിന്നീട് പ്രാക്ടീസായി അവിടെ വൃത്തികേടാക്കത്തില്ല, വന്നിരുന്നിട്ട് രാവിലെ ആകുമ്പം പോകും. अंधेरा होते ही वह मेरे कमरे में पलंग के पास आ बैठती और फिर सवेरा होने पर ही बाहर निकलती. നോക്കൂ, രാത്രി ആകുമ്പം എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്നിരിക്കും, രാവിലെ ആകുമ്പോഴാണ് പോകുന്നത്. ഇതൊക്കെ നമുക്കൊരു കൗതുകമാണ്, ഒരു മാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. उसका दिन भर का कार्यकलाप भी एक प्रकार से निश्चित था. विद्यालय और छात्रावास की विद्यार्थिनियों के निकट पहले वह कौतुक का कारण रही, परंतु कुछ दिन बीत जाने पर वह उनकी ऐसी प्रिय साथिन बन गई जिसके बिना उनका किसी काम में मन नहीं लगता था. ഈ സ്കൂളിലും ഹോസ്റ്റലിലും, ഛാത്രാവാസ് ഹോസ്റ്റൽ, അവിടുത്തെ പെൺകുട്ടികൾക്ക് ഇതൊരു കൗതുക വിഷയമായി മാറി. സോന ദിൻ ഭർ കാ കാര്യകലാപ്, അതിൻ്റെ ടൈം ടേബിൾ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിരുന്നു. എന്താ ചെയ്യുക, ആദ്യം അതിൻ്റെ ടൈം ടേബിൾ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആയിരുന്നു. ആദ്യം ഈ പെൺകുട്ടികൾക്കൊരു കൗതുകമായിരുന്നു സോനയെ കാണുമ്പം. പക്ഷേ ഓരോ ദിവസവും കഴിയുന്തോറും ഈ സോന ഉൻകി പ്രിയ സാഥിൻ ബൻ ഗയി, അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായി മാറി. ജിസ്കെ ബിനാ ഉൻകാ കിസി കാം മേ മൻ നഹി ലഗ്താ താ, സോന ഇല്ലാതെ അവർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലായിരുന്നു. दूध पीकर और भीगे चने खाकर सोना कुछ देर कॉम्पाउंड में चारों पैरों को संतुलित कर चौकड़ी भरती. പാല് കുടിക്കും, ചന കഴിക്കും, എന്നിട്ട് കോമ്പൗണ്ടിൽ 4 കാലുകൊണ്ട് ചാടി ചാടി ഓടും. फिर वह छात्रावास पहुंचती और प्रत्येक कमरे का भीतर बाहर निरीक्षण करती. അത് കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തും. എന്നിട്ട് ഓരോ മുറി അകത്തും പുറത്തും എല്ലാം കയറി ഇറങ്ങി നിരീക്ഷിക്കും, ഒരു വാർഡൻ നിരീക്ഷിക്കുന്നത് പോലെ. സവേരെ ഛാത്രാവാസ് മേ വിചിത്ര സി ക്രിയാശീലത രഹത്തി ഹൈ. അപ്പോൾ രാവിലെ ഹോസ്റ്റലിൽ, ലേഡീസ് ഹോസ്റ്റലിലെ സീൻ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. कोई छात्रा हाथ मुँह धोती है, कोई बालों में कंघी करती है. അപ്പോൾ ചില പെൺകുട്ടികൾ കൈയും മുഖമൊക്കെ വാഷ് ചെയ്യുമായിരിക്കും, ചിലർ മുടി ചീവുമായിരിക്കും. कोई साड़ी बदलती है, ചിലർ സാരി ഇടുമായിരിക്കും, ചിലർ സാരി ഉടുക്കുമായിരിക്കും. कोई अपनी मेज की सफाई करती है. അപ്പോൾ ഹോസ്റ്റലിൽ ആസ് യൂഷ്വൽ മോർണിംഗിൽ നല്ല ആക്ടിവിറ്റീസ് ആയിരിക്കും. कोई स्नान करके भीगे कपड़े सूखने के लिए फैलाती है और कोई पूजा करती है. ചിലർ വസ്ത്രം കഴുകി വിരിക്കുകയായിരിക്കും, ചിലർ പൂജ ചെയ്യുമായിരിക്കും. सोना के पहुंच जाने पर इस विविध कर्म संकुलता में एक नया काम और जुड़ जाता था. സോന ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ ആക്ടിവിറ്റീസിൽ ഒരു ഐറ്റവും കൂടെ വരും. എന്താണ്? कोई छात्रा उसके माथे पर कुमकुम का बड़ा सा टीका लगा देती. ഈ സോനയെ കണ്ട ഉടനെ അതിനെ നെറ്റിയിൽ കുങ്കുമത്തിൻ്റെ ഒരു വലിയ പൊട്ട് പെൺകുട്ടികൾ ഇട്ട് കൊടുക്കും. कोई गले में रिबन बांध देती, ചിലർ കഴുത്തിൽ റിബണൊക്കെ കെട്ടിക്കൊടുക്കും. तो कोई पूजा के बताशे खिला देती, പൂജ ചെയ്ത് കഴിഞ്ഞുള്ള ആ ഒരു പ്രസാദം അത് കൊടുക്കും. मेस में उसके पहुंचते ही छात्राएं ही नहीं नौकर चाकर तक दौड़ आते और सभी उसे कुछ ना कुछ खिलाने को उतावले रहते. അതുപോലെ ഹോസ്റ്റലിലെ മെസ് റൂമിൽ കയറി ചെല്ലും. സോനയെ കണ്ട ഉടനെ എല്ലാ കുട്ടികളും ഓടി വരും. ഇവൻ നോക്കർ ചാക്കർ, അവിടുത്തെ ജോലിക്കാർ വരെ ഓടി വന്ന് എന്തെങ്കിലും അതിൻ്റെ വായിൽ വെച്ചു കൊടുക്കും. परंतु उसे बिस्कुट को छोड़कर कम खाद्य पदार्थ पसंद थे. പക്ഷേ സോനയുടെ ഏറ്റവും ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആയിരുന്നു. छात्रावास का जागरण और जलपान अध्याय समाप्त होने पर वह घास के मैदान में कभी धूप चरती और कभी उस पर लोटती रहती. രാവിലെ ഹോസ്റ്റലിൻ്റെ മുറികളിൽ മെസ്സിലും എല്ലാം ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വരും മൈതാനത്തിൽ. അവിടെ ഒന്നെങ്കിൽ പുല്ല് കഴിക്കും, അതല്ല എങ്കിൽ പുല്ലിൽ കിടന്ന് ഉരുളും. मेरे भोजन का समय वह किस प्रकार जान लेती थी यह समझने का उपाय नहीं है, परंतु वह ठीक उसी समय भीतर आ जाती और तब तक मुझसे सटी खड़ी रहती जब तक मेरा खाना समाप्त न हो जाता. എൻ്റെ ഭക്ഷണം കഴിക്കുന്ന സമയം എങ്ങനെയാണെന്നറിയില്ല സോനയ്ക്ക് പിടികിട്ടിയിരിക്കുന്നത്.
വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മൈതാനത്തിൽ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന സോന കറക്റ്റ് ഷാർപ്പ് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പം എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചേർന്ന് നിൽക്കും. और कुछ चावल रोटी आदि उसको भी प्राप्य रहता था, परंतु उसे कच्ची सब्जी ही अधिक भाती थी. ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അല്പം അതിനും കൊടുക്കുമായിരുന്നു, പക്ഷേ അതിന് എപ്പോഴും റോ വെജിറ്റബിൾസ് ആയിരുന്നു ഏറ്റവും ഫേവറേറ്റ്. घंटी बजते ही वह फिर प्रार्थना के मैदान में पहुंच जाती और उसके समाप्त होने पर छात्रावास के सामने ही कक्षाओं के भीतर बाहर चक्कर लगाना ആരംഭ करती. പിന്നെ സ്കൂളിൻ്റെ ബെല്ലടിക്കും, പ്രയറിന് സമയമാവും, അപ്പോൾ ഇതും മൈതാനത്തിൽ വരും. അത് കഴിഞ്ഞ് ക്ലാസ്സുകളിലെ ഭീത്തർ ബാഹർ ചക്കർ ലഗാത്തി. ഇപ്പോൾ പ്രിൻസിപ്പൽ റൗണ്ട്സ് അടിക്കുന്ന പോലെ ഓരോ ക്ലാസ്സിൻ്റെ അകത്തും പുറത്തുമൊക്കെ ഇതിങ്ങനെ നടക്കും. उसे छोटे बच्चे अधिक प्रिय थे क्योंकि उनके साथ खेलने का अधिक अवकाश रहता था. സോനയ്ക്ക് എപ്പോഴും കൊച്ചു കുട്ടികളോടായിരുന്നു താല്പര്യം, കാരണം കുട്ടികളാകുമ്പോൾ ഒരുപാട് കളിക്കാൻ പറ്റും. वे पंक्तिबद्ध खड़े होकर सोना सोना पुकारते और वह उनके ऊपर से छलांग लगाकर एक ओर से दूसरी ओर कूदती रहती. അവരിങ്ങനെ ലൈനിൽ നിന്നിട്ട് സോന സോന എന്ന് വിളിക്കും. അപ്പോൾ എന്നിട്ട് ഈ മാൻ അവരുടെ മുകളിലോട്ട് ചാടും. सर्कस जैसा खेल कभी घंटों चलता, क्योंकि खेल के घंटों में बच्चों की कक्षा के उपरांत दूसरी आती रहती. ഇങ്ങനെ സർക്കസ് ഈ കുട്ടികളുടെ മുകളിൽ കൂടെ ചാടും. അപ്പോൾ ഈ ഒരു പ്രക്രിയ മണിക്കൂറുകളോളം നീളും, കാരണം ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഗെയിംസ് പീരീഡ് കഴിഞ്ഞ് തിരിച്ചു പോവും, അടുത്ത ക്ലാസ് വരും. അപ്പോൾ സോനയ്ക്ക് കളിക്കാൻ ക്ഷാമമില്ല, കുട്ടികളുടെ ക്ഷാമമൊന്നും ഇല്ല. मेरे प्रति स्नेह प्रदर्शन के उसके कई प्रकार थे. बाहर खड़े होने पर वह सामने या पीछे से छलांग लगाती और मेरे सिर के ऊपर से दूसरी ओर निकल जाती. എന്നോടുള്ള സ്നേഹം കാണിക്കേണ്ട പല ഐറ്റംസ് സോനയുടെ ഉണ്ടായിരുന്നു. ഞാൻ വെളിയിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ മുകളിൽ കൂടെ ചാടുമായിരുന്നു. प्रायः देखने वालों को भय होता था कि उसके पैरों से मेरे सिर पर चोट न लग जावे, परंतु वह पैरों को इस प्रकार सिकोड़े रहती थी और मेरे सिर को इतनी ऊंचाई से लांघती थी कि चोट लगने की कोई संभावना ही नहीं रहती थी. കണ്ടു നിൽക്കുന്നവർ പേടിച്ചു പോകും കേട്ടോ. ഞാൻ നിൽക്കുകയാണ്, എൻ്റെ മുകളിൽ കൂടെ ചാടും. കണ്ടു നിൽക്കുന്നവർക്ക് പേടിയാണ്, അവരുടെ സോനയുടെ കാലെൻ്റെ തലയിൽ കൊള്ളുമെന്ന്. പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് കാലുകളെയെല്ലാം മടക്കി വെച്ച്, മുട്ടെല്ലാം മടക്കി വെച്ച് നല്ല പൊക്കത്തിലായിരുന്നു സോന ചാടുന്നത്. ചോട്ട് ലഗ്നയ്ക്ക് കോയി സംഭാവന നെയ്തി, എനിക്ക് മുറിവേൽക്കുന്ന ഒരു പോസിബിലിറ്റി ഇല്ലാതാണ് സോന ചാടുന്നത്. ഭീത്തർ ആനെ പർ വഹ മേരെ പേരോं से अपना शरीर रगड़ने लगती. എന്നോടുള്ള സ്നേഹപ്രകടനങ്ങളുടെ ഓരോ കാര്യങ്ങളാണ്. ഞാൻ വെളിയിൽ നിൽക്കുമ്പം സ്നേഹം കൂടുമ്പോഴാണ് എൻ്റെ മുകളിൽ കൂടെ ചാടുന്നത്. ഞാൻ അകത്ത് വരുമ്പോൾ എന്താണ്, മേരെ പേരോं से अपना शरीर रगड़ने लगती, എൻ്റെ കാലുകളിൽ അതിൻ്റെ ശരീരം ഇങ്ങനെ റബ്ബ് ചെയ്യും. മേരെ बैठे रहने पर वह साड़ी का छोर मुँह में भर लेती. ഞാൻ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ സാരി തുമ്പ് വായിൽ ഇങ്ങനെ ചപ്പിപ്പിടിക്കും. और कभी पीछे चुपचाप खड़े होकर चोटी ही चबा डालती. ചില സമയത്ത് എൻ്റെ മുടി വായിലിടും. डांटने पर वह अपनी बड़ी गोल और चकित आँखों में ऐसी अनिर्वचनीय जिज्ञासा भरकर एक टक देखने लगती कि हंसी आ जाती. എൻ്റെ മുടി വായിൽ ചപ്പുമ്പോൾ ഞാൻ ചിലപ്പം ദേഷ്യപ്പെടുമ്പോൾ എന്താ, അതിൻ്റെ ഉരുണ്ട കണ്ണുകൊണ്ട്, ഉണ്ട കണ്ണുകൾ കൊണ്ട്, നല്ല വാട്ടറി ഐസാണ്. അനിർവചനീയ ജിജ്ഞാസ, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അനിർവചനീയാണ്. അതിൽ ഭയമാണോ അതിശയമാണോ എന്താണെന്ന് ആ കണ്ണുകളിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഏതായാലും വളരെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നമ്മളെ നോക്കും. और हमें हंसी आ जाती. ആ നോട്ടം നോക്കുമ്പം വഴക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ചിരിച്ചു പോകും. कवि गुरु कालिदास ने अपने नाटक में मृगी, मृगशावक आदि को इतना महत्व क्यों दिया है, यह हिरण पालने के उपरांत ही ज्ञात होता है. ആദി ഗുരു കാളിദാസ് ആക്ച്വലി ഈ മാനിന് ഇത്ര ഇമ്പോർട്ടൻസ് തൻ്റെ കാവ്യങ്ങളിൽ, തൻ്റെ നാടകത്തിൽ കൊടുത്തത് എന്താണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. पालने पर वह पशु न रहकर ऐसा स्नेही संगी बन जाता है जो मनुष्य के एकांत शून्य को भर देता है. നമ്മൾ മാനിനെ വളർത്തുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. നമ്മളതിനെ വളർത്തുമ്പോൾ അത് നമ്മുടെ ഒരു കമ്പാനിയനായിട്ട് മാറും, നമുക്കതിനോട് വളരെയധികം സ്നേഹം തോന്നും. परंतु खीज उत्पन्न करने वाली जिज्ञासा से
ഉസെ ബോझിൽ നഹി ബനാത്ത. അത് നമ്മളെ ഒരിക്കലും ഇറിറ്റേറ്റഡ് ആക്കില്ല. അതിന് ഖീജ് ഉത്പन्न ചെയ്യാൻ പോലും അറിയില്ല. ദേഷ്യപ്പെടുന്നതോ ദേഷ്യം മനസ്സിലാവുന്ന ഒരു മൃഗമല്ല മാൻ. यदि मनुष्य दूसरे मनुष्य से केवल नेत्रों से बात कर सकता तो बहुत से विवाद समाप्त हो जाते, परंतु प्रकृति को यह अभीष्ट नहीं रहा होगा. ഞാൻ പലപ്പോഴും ആലോചിക്കുമായിരുന്നു, മനുഷ്യർക്ക് ആക്ച്വലി ഈ സംസാരശേഷി ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നേനെ. ഈ മൃഗങ്ങൾ നോക്കിയ നേത്രങ്ങൾ കൊണ്ട് മാത്രം, ഈ മാൻ നേത്രങ്ങൾ കൊണ്ട് മാത്രം സംസാരിക്കുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ അങ്ങനെ ദ്വേഷ, വൈരാഗ്യം, അസൂയ, കുശുമ്പൊന്നുമില്ല. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ നോവിക്കുക, ആ പ്രക്രിയ ഇല്ല. പക്ഷെ ഒരുപക്ഷെ പ്രകൃതിക്കത് താല്പര്യമില്ലായിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യന് ഈ വാക് സാമർഥ്യം കൊടുത്തത്. संभवतः इसी से मनुष्य वाणी द्वारा परस्पर किए गए आघातों और सार्थक शब्दभार से अपने प्राणों पर इन भाषाहीन जीवों की स्नेह तरल दृष्टि का चंदन लेप लगाकर स्वस्थ और आश्वस्त होना चाहता है. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നും, മനുഷ്യൻ വാണി കൊണ്ട് പരസ്പരം ആഘാത്ത് ഉണ്ടാക്കും. ആഘാതം എന്ന് വെച്ചാൽ മുറിവേൽപ്പിക്കും. ആ ആഘാതങ്ങളുടെ മുറിവ് ഉണക്കാൻ വേണ്ടിയായിരിക്കാം ഈ ഭാഷയില്ലാത്ത ജീവങ്ങളുടെ, ഈ മൃഗങ്ങളുടെ സ്നേഹതരൽ ദൃഷ്ടി, ആ നോട്ടം, സ്നേഹം കൊണ്ടുള്ളൊരു നോട്ടമാണ് ആ മുറിവുകളിൽ ഏൽക്കുന്ന ഒരു ചന്ദന ലേപമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ലേപം തേച്ചിട്ട് നമ്മൾ സ്വസ്ഥവും ആശ്വസ്താവും. മനുഷ്യൻ വളരെ ക്രൂരമായിട്ട് വാക്കുകൾ ഉപയോഗിക്കും, പരസ്പരം മുറിവേൽപ്പിക്കും. ആ മുറിവിനൊരു മരുന്നെന്നോണമാണ് ഈ മൃഗങ്ങളുടെ, ഈ ഭാഷയില്ലാത്ത മൃഗങ്ങളുടെ നേത്രങ്ങളുടെ ആ ഒരു സ്നേഹം. सरस्वती वाणी से ध्वनित प्रतिध्वनित कण्व के आश्रम में ऋषियों, ऋषि पत्नियों, ऋषि कुमार कुमारिकाओं के साथ मूक अज्ञान मृगों की स्थिति भी अनिवार्य है. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ ഋഷിമുനിമാരുടെ, പണ്ടത്തെ നമ്മൾ കാട്ടിലൊക്കെ താമസിക്കുന്ന ഋഷിമുനിമാരുടെ ആശ്രമത്തിൽ സരസ്വതി വാണിയാണ് പ്രതിഫലിക്കുന്നത്. മന്ത്രങ്ങളും ശ്ലോകങ്ങളും വളരെയധികം പ്രതിധ്വനിക്കും. പക്ഷേ അതിനൊപ്പം തന്നെ മൂക്ക് അജ്ഞാൻ മൃഗോं की स्थिति भी अनिवार्य है. സംസാരശേഷിയില്ലാത്ത മൂകമായ ഈ മൃഗങ്ങളുടെ എക്സിസ്റ്റൻസും വളരെ അനിവാര്യമാണ് വാസ്തവത്തിൽ. मंत्रपूत कुटियों के द्वार को निहार कर चाहने वाले मृग रूंध लेते हैं. विदा लेती हुई शकुंतला का गुरुजनों के उपदेश आशीर्वाद से बोझिल अंचल उसका अपत्यवत पालित मृगछौന थाम लेता है. മന്ത്രങ്ങളാൽ ഈ കുടിലുകൾ, ഋഷിമുനിമാരുടെ കുടിലുകൾ വളരെയധികം മുഖരിതമാവുമ്പോൾ അവിടെ ഈ മൃഗങ്ങളുടെ സാന്നിധ്യം, ഈ മാനുകളുടെ സാന്നിധ്യം വളരെ അനിവാര്യമാണ്. അത് കാളിദാസിൻ്റെ അഭിഗാന ശാകുന്തലത്തിൽ വളരെയധികം പ്രതിഫലിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി കാളിദാസ് അത് വർണ്ണിക്കുകയാണ്. ശകുന്തള തൻ്റെ ഗുരുജനങ്ങളെയും ഋഷിമുനിമാരെയും അച്ഛനെയും എല്ലാം വിട്ടിട്ട് ആ ഒരു പ്രദേശത്തു നിന്ന് പോകുമ്പോൾ, അവിടുന്ന് കണ്വാശ്രമത്തിൽ നിന്ന് ശകുന്തള ഫെയർവെൽ പറയുമ്പോൾ, ആ സമയത്ത് ശകുന്തളയുടെ സാരിത്തുമ്പ് കയറി പിടിക്കുകയാണ് ഈ മാൻ. ശകുന്തള വളർത്തിയ, വളരെ സ്നേഹത്തോടെ വളർത്തിയ ആ മാൻ. അപ്പോൾ ആരാണ് എൻ്റെ സാരിത്തുമ്പ് പിടിച്ച് വലിക്കുന്നതെന്ന് ശകുന്തള ചോദിക്കുമ്പോൾ കണ്വ മറുപടി പറയുന്നത് എന്താണ്? कुश के कांटे से जिसका मुख छिद जाने पर तो उसे अच्छा करने के लिए हिंगोट का तेल लगाती थी, जिसे तूने मुट्ठी भर भर सांवा के दानों से पाला है, जो तेरे निकट पुत्रवत है, वही तेरा मृग तुझे रोक रहा है. അപ്പോൾ കണ്വ മറുപടി പറയുന്നത്, നിന്നെ സ്നേഹത്തോടെ പോകണ്ട, അരുത് എന്ന് പറയുന്നത് ആരാണ്? വേറെ ആരുമല്ല. അതിൻ്റെ മുഖത്തൊരു മുള്ളു കൊണ്ടപ്പോൾ നീ വളരെ സ്നേഹത്തോടെ അതിനെ ലാളിച്ച് എണ്ണ തേച്ച് ഹിങ്കോട്ട് കത്തേൽ ലഗാക്കർ അതിനെ ആ മുറിവ് ഉണക്കിയ നീ, അതുപോലെ അതിനെ ധാന്യം കൊടുത്ത് വളർത്തിയ നീ, അത് നിനക്ക് ഒരു പുത്രനെ സമാനായിരുന്നു, പുത്രവത്തായിരുന്നു, പുത്രനെ പോലെയായിരുന്നു. ആ മൃഗാണ് നിന്നെ പോകണ്ട എന്ന് പറയുന്നത്. साहित्य ही नहीं, लोक गीतों की मर्मस्पर्शिता में भी मृगों का विशेष योगदान रहता है. മാനുകളുടെ ഇമ്പോർട്ടൻസ് സാഹിത്യത്തിലും ഫോക്ക് സോങ്സിലുമെല്ലാം വളരെയധികം ഉണ്ട്.
पशु मनुष्य के निश्चल स्नेह से परिचित रहते हैं, उनकी ऊंची नीची सामाजिक स्थितियों से नहीं। यह सत्य मुझे सोना से അനായാസ് പ്രാപ്ത് ഹോ ഗയാ. മൃഗങ്ങൾക്ക് നമ്മുടെ സ്നേഹം മാത്രമേ മനസ്സിലാവൂ. നമ്മൾ ഏത് പൊസിഷനാണ് കീപ്പ് ചെയ്യുന്നതെന്നൊന്നും മൃഗങ്ങൾക്ക് അറിയില്ല. നമ്മുടെ ഊഞ്ചി നീച്ചി സാമാജിക് സ്ഥിതി മൃഗങ്ങൾക്കറിയില്ല. അത് സോനയെ പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ പൊസിഷൻ എന്താണ്, സോഷ്യൽ സെറ്റപ്പ് എന്താണ്, ഞാൻ അവരുടെ ആരാണ്, ഞാൻ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ മാനേജറാണ്, അതൊന്നും ഈ മൃഗത്തിന് അറിഞ്ഞുകൂടാ. अनेक विद्यार्थियों की भारी भरकम गुरुजी से सोना को क्या लेना देना था. वह तो उस दृष्टि को पहचानती थी जिसमें उसके लिए स्नेह छलकता था. ഈ കുട്ടികളുടെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് ഞാനൊന്നും സോനയ്ക്ക് അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ലായിരുന്നു. എൻ്റെ ആ സ്നേഹം നിറഞ്ഞ നോട്ടം മാത്രമായിരുന്നു അതിന് ലക്ഷ്യം. वो उन हाथों को जानती थी जिन्होंने यत्नपूर्वक दूध की बोतल उसके मुख से लगाई थी. വളരെ കെയറിങ്ങോടെ ഞാൻ അതിനെ ഫീഡിങ് ബോട്ടിലിൽ ഫീഡ് ചെയ്ത് വളർത്തി എന്നുള്ള അറിവ് മാത്രമേ അതിന് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഞാൻ ആരാണ്, ഞാൻ ഈ സ്കൂളിലെ പ്രിൻസിപ്പളാണ്, അതൊന്നും ഇതിന് അറിയില്ലായിരുന്നു. यदि सोना को अपने स्नेह की अभिव्यक्ति के लिए मेरे सिर के ऊपर से कूदना आवश्यक लगेगा तो वह कूदेगी ही. मेरी किसी अन्य परिस्थिति से प्रभावित होना उसके लिए संभव ही नहीं था. ഞാൻ വെളിയിലിറങ്ങുമ്പം അതിനെന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ എൻ്റെ മുകളിൽ കൂടെ ചാടണമെന്ന് തോന്നിയാൽ അത് ഏത് കാരണവശാലും ഇത് ചാടും. ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്താണ്, ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണെന്നൊന്നും അത് നോക്കത്തില്ല. അതിനുള്ള അറിവൊന്നും ഇല്ല. कुत्ता स्वामी और सेवक का अंतर जानता है और स्वामी की स्नेह या क्रोध की प्रत्येक मुद्रा से परिचित रहता है. നായയെ വളർത്തുന്നവർക്ക് അറിയാം. നായ എന്ന് പറയുമ്പം നമ്മൾ സർവ്വസാധാരണമായി വളർത്തുന്ന ഒരു മൃഗമാണ്. നായക്കൊരു പ്രത്യേകത, നമ്മൾ യജമാനൻ ദേഷ്യപ്പെടുന്നത് അതിന് മനസ്സിലാവും. ഈവൻ നമ്മുടെ ടോൺ മാറുന്നതും നമ്മുടെ നോട്ടം വരെ നായയ്ക്ക് മനസ്സിലാവും. എന്നിട്ട് ക്രോധ് की प्रत्येक मुद्रा से वो परिचित रहता है. സ്നേഹ സെ ബുലാനെ പർ വഹ ഗദ്ഗദ് ഹോക്കർ നിക്കട്ട് ആ ജാത്ത ഹൈ. നമ്മൾ സ്നേഹത്തോടെ വിളിക്കുകയാണെങ്കിൽ വളരെ നന്ദിയോടുകൂടി വാലാട്ടി നായ നമ്മുടെ അടുത്തേക്ക് വരും. ക്രോധ് കർത്തെ ഹി സഭീത് ഓർ ദയനീയ ബൻകർ ദുബക് ജാത്ത ഹൈ. അതുപോലെ നമ്മൾ ദേഷ്യപ്പെടുവാണെങ്കിൽ, നമ്മുടെ ടോൺ മാറുവാണെങ്കിൽ അത് പേടിച്ച് മാറിപ്പോയി പമ്മിയിരിക്കും. പർ ഹിരൺ യഹ് അന്തർ നഹി ജാനത. പക്ഷെ മാനിന് ഈ ഒരു ഡിഫറൻസ് അറിഞ്ഞുകൂടാ. അത്തഹ ഉസ്ക അപ്നെ പാൽനെ വാലെ സെ ഡർന കഠിൻ ഹൈ. അതുകൊണ്ട് തന്നെ അതിന് നമ്മളെ ഒരിക്കലും പേടിയില്ല. യദി ഉസ് പർ ക്രോധ് കിയാ ജാവേ तो वह अपनी चकित आँखों में और अधिक विस्मय भर कर पालने वाली की दृष्टि से दृष्टि मिलाकर खड़ा रहेगा. ഇനി എങ്ങനെ നമ്മൾ അതിനോട് ദേഷ്യപ്പെട്ടാലോ അതിങ്ങനെ നമ്മുടെ കണ്ണോട് കണ്ണ് ചേർന്ന് ഇങ്ങനെ നോക്കിയിരിക്കും അന്തം വിട്ട്. അതിൻ്റെ ഉരുണ്ട കണ്ണ് നല്ല വാട്ടറി ഐസാണ്, അതിങ്ങനെ നമ്മളെ നോക്കിയിരിക്കും. മാനോ പൂഷ്താ ഹോ ക്യാ യ ഉചിത് ഹൈ. ആ കണ്ണുകൾ നമ്മളോട് ചോദിക്കുന്ന പോലെ തോന്നും, എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശരിയാണോ. वह केवल स्नेह पहचानता है जिसकी स्वीकृति जताने के लिए उसकी विशेष चेष्टाएं हैं. അതിന് സ്നേഹിക്കാനും സ്നേഹപ്രകടനം നടത്താനും മാത്രമേ അറിയൂ. അതിന് പട്ടിയെപ്പോലെ, അതിന് നായെപ്പോലെ കുരച്ച് ദേഷ്യം പ്രകടിപ്പിക്കാനൊന്നും അറിഞ്ഞുകൂടാ. അതാണ് ഒരു മാനിൻ്റെ പ്രത്യേകത. ദേഷ്യപ്പെട്ടാൽ നമ്മളെ ഇങ്ങനെ തുറിച്ചു നോക്കും, നമുക്ക് തന്നെ ചിരി വരും. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ട് വേറെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. വളരെ മനോഹരമായി സോന എന്ന ആ ഒരു മാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ജീവനോടെ വരുന്ന പോലാണ് നമുക്ക് തോന്നിയത് അല്ലേ. ഒരു കൊച്ചു മാൻകുട്ടിയായിട്ട് മഹാദേവി വർമ്മയുടെ കയ്യിൽ കിട്ടുകയും അതിനെ ഫീഡിങ് ബോട്ടിലിൽ ഫീഡ് ചെയ്ത് വളരെ ദയനീയ അവസ്ഥയിൽ, അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് വളരെ ദയനീയമായിരുന്നു. പക്ഷേ അത് സർവൈവ് ചെയ്തു, എല്ലാവരുടെയും ഫേവറേറ്റായിട്ട് മാറി. ഹോസ്റ്റലിലും സ്കൂളിലും എല്ലാം വളരെ ഫ്രീ ആയിട്ട് കറങ്ങി നടക്കുന്ന സോന, കുട്ടികളുടെ കൂടെ കളിക്കുന്ന സോന. പിന്നെ നമ്മൾ കാണാത്ത ഒരു ആസ്പെക്റ്റാണ് മാനിനെ വളർത്തുമ്പോൾ ഉള്ള, എങ്ങനെയാണ് ഒരു രാത്രിയാവുമ്പം കട്ടിലിനോട് ചേർന്ന് വന്ന് ഇരിക്കുന്നതും രാവിലെ ഇറങ്ങിപ്പോകുന്നതും. പിന്നെ മുടിയൊക്കെ വായിൽ ഇങ്ങനെ സ്നേഹപ്രകടനമാണ്. സാരിത്തുമ്പ്, ഈവൻ നമുക്കറിയാം ശകുന്തളയുടെ തുമ്പ്, സാരിത്തുമ്പ് വായിൽ കടിച്ച് അരുത് എന്ന് പറയുന്ന കാവ്യത്തിലുണ്ട്. അപ്പോൾ ഈ മാൻ മനുഷ്യനോട് ഇങ്ങനെ സ്നേഹമായിട്ട് അടുക്കുന്നു.
ഏറ്റവും നല്ല ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ ദേഷ്യപ്പെട്ടാൽ അതറിയില്ല, ആ വികാരം അറിയില്ല, അതിന് കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയേ ചെയ്യുള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കവയിത്രി ഇങ്ങനെയും കൂടെ പറഞ്ഞെഴുതി വെച്ചു, മനുഷ്യർക്ക് ഈ സംസാരശേഷി ഇല്ലായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിപ്പോവും മാനിൻ്റെ ഈ സ്നേഹപ്രകടനം കണ്ട്. കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കി സ്നേഹം കൈമാറുന്ന ഒരു ജീവിയാണ് മാൻ. അപ്പം മനുഷ്യനും അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് കുത്തി നോവിക്കലുകൾ, നമ്മൾ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് കുത്തി നോവിക്കുന്നതൊക്കെ ഒരു പക്ഷേ ഇല്ലാതായനെ. അതുപോലെ തന്നെ ഇവിടെ പല പ്രാവശ്യമായിട്ട് കവയിത്രി മനുഷ്യരെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. എന്നുവെച്ചാൽ ഈ ഒരു വേട്ടക്കാരുടെ ഒരു വിനോദം, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വെറുതെ നല്ല ജീവനുള്ള ഒരു മൃഗത്തിനെ ജഡാക്കുക, കൊന്നിടുക. പ്രത്യേകിച്ച് ഇത് നോക്കിയ സോനയുടെ അമ്മ ആ സമയത്ത് ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ഒരു സ്റ്റേജായിരുന്നു, ഓടാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് ഈ കൊച്ചുകുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് അതിനെ കൊല്ലുക. മനുഷ്യൻ്റെ ഈ വക എൻ്റർടൈൻമെൻറ്റിനെ മഹാദേവി വർമ്മ വളരെ ക്രൂരമായിട്ട് ഇതിൽ ആക്ഷേപിക്കുകയാണ്. മഹാദേവി വർമ്മ തൻ്റെ ഈ രേഖാചിത്രത്തിൽ വളരെ മനോഹരമായി താനൊരു മാനിനെ വളർത്തുന്ന ഒരു അനുഭവം, തനിക്കുണ്ടായ അനുഭവം, ആ മാനിൻ്റെ മാനസിക തലങ്ങളിലും അതിൻ്റെ ശാരീരിക വർണ്ണനയിലും എല്ലാം തന്നെ വളരെ മികച്ച ഒരു രേഖാചിത്രമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുന്നത്. അവർ പറയുകയുണ്ടായി, ഈ നമ്മൾ നായ്ക്കളെ വളർത്തുമ്പോൾ നമുക്കറിയാം, നമ്മൾ ദേഷ്യപ്പെടുന്നത് നമ്മുടെ ടോൺ മാറുന്നതനുസരിച്ച് നായ്ക്കൾക്ക് തൻ്റെ യജമാനൻ്റെ മാനസിക തലം മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. ദേഷ്യപ്പെടുമ്പോൾ അവർ വളരെ പതുങ്ങി അങ്ങ് ഒരു വശത്ത് പോയിരിക്കും. പക്ഷേ ഈ മാനിന് ആ ഒരു വ്യത്യാസം പോലും അറിയില്ല. നമ്മൾ ദേഷ്യപ്പെട്ടാലും ആ ദേഷ്യം എന്ന വികാരം അറിയാത്തൊരു ജീവിയാണ്. അപ്പോൾ അത്രയ്ക്ക് നിഷ്കളങ്കമായ ഒരു ജീവിയാണ് മാൻ. നമ്മൾ യജമാനൻ ദേഷ്യപ്പെടുമ്പോൾ അതിങ്ങനെ ഒന്നും കൂടെ കണ്ണിങ്ങനെ ഉരുട്ടി അത്ഭുതത്തോടെ നോക്കുന്ന പോലെ നോക്കി നിൽക്കുകയുള്ളൂ, കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവം മഹാദേവി വർമ്മയ്ക്ക് പല മൃഗങ്ങളെ വളർത്തിയെങ്കിലും ഈ മാനെ വളർത്തിയപ്പോഴാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് മനസ്സിലായത്. ഈ മാനിന് ദേഷ്യപ്പെടുന്നത് പോലും മനസ്സിലാവില്ല. അവർ പറയാണ്, മേരി ബില്ലി ഗോധൂലി, കുത്തേ ഹേമന്ത് വസന്ത്, കുത്തി ഫ്ലോറ, सब पहले इस नए अतिथि को देखकर रुष्ट हुए, परंतु सोना ने थोड़े ही दिनों में सबसे सख्य स्थापित कर लिया. എൻ്റെ പൂച്ച ഗോധൂലി, പൂച്ചയുടെ പേരാണ് ഗോധൂലി. നായ്ക്കൾ ഹേമന്ത്, വസന്ത്, ഫ്ലോറ, ഇവരെല്ലാം ഈ പുതിയ ഗസ്റ്റിനെ, ഈ സോനയെ കണ്ടിട്ട് ആദ്യം അത്ര ഹാപ്പിയൊന്നും അല്ലായിരുന്നു. ഉന്നെ ദേഖ് കർ റുഷ്ട് ഹുയി, അവർക്ക് അത്ര ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു പുതിയ പെറ്റ് ആനിമൽ വരുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അസൂയ പോലെയാണ്, ഒരു ദേഷ്യം പോലെയാണ്. പക്ഷേ സോന തോടെ ഹി ദിനോമേ ഉസ്നെ സബ്സെ സഖ്യ സ്ഥാപിത് കർ ലിയ, അല്പദിനം കൊണ്ട് തന്നെ സോന എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറി. ഫിർ തോ വഹ ഘാസ് പർ ലേട്ട് ജാത്തി और കുത്തേ ബില്ലി ഉസ് പർ ഉछलते കൂത്തേ രഹത്തെ. പിന്നീട് എന്താണ്, അവൾ ഘാസ് പർ ലേട്ട് ജാത്തി, അവൾ ആ പുല്ലിൽ കിടക്കും. അവൾ പുല്ലിൽ, പിന്നെ കാണുന്ന കാഴ്ച എന്താണ്, ഈ സോന പുല്ലിൽ ഇങ്ങനെ കിടന്ന് കുത്തേ ബില്ലി ഉസ് പർ ഉछलते കൂത്തേ രഹത്തെ, പട്ടിയും പൂച്ചയും എല്ലാം അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ അതുമായിട്ട് കളിക്കും, ചാടി ചാടി. कोई उसके कान खींचता, कोई पैर, और जब वे इस खेल में तन्मय हो जाते तब वह अचानक चौकड़ी भर कर भागती और वे गिरते पड़ते उसके पीछे दौड़ लगाते. ഇവരിങ്ങനെ ഈ കളിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കും. ഈ പട്ടിയും പൂച്ചയും എല്ലാം ഈ സോനയെ ആദ്യം ഒരു സംശയത്തിൻ്റെ നോട്ടത്തിൽ നോക്കിയെങ്കിലും പിന്നീട് വളരെയധികം സ്നേഹമായി ഇവർ തമ്മിൽ. ചിലരിതിൻ്റെ ചെവി പിടിച്ച് വലിക്കുന്നു, ചിലർ കാല് വലിക്കുന്നു. അങ്ങനെ ഇതിനെ സോനയെ ചുറ്റിപ്പറ്റി ഈ പൂച്ചയും പട്ടിയും എല്ലാം കളിക്കുമ്പം പെട്ടെന്ന് ഇത് എണ്ണീറ്റ് ഓടും. ചോക്കടി ഭർക്കർ ഭാഗന, മാൻ ഓടുന്ന പോലെ ചാടി ഓടും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിൻ്റെ പുറകെ പൂച്ചയും പട്ടിയും എല്ലാം കൂടെ ഓടും. വർഷ ഭർ കാ സമയ ബീത് ജാനെ പർ സോന ഹരിൻ ശാവക് സെ ഹരിണി മേ പരിവർത്തിത് ഹോനെ ലഗി. അങ്ങനെ ഇരിക്കെ ഒരു വർഷമായി ഈ മാനിനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ ഒരു വർഷമായപ്പോഴത്തേക്കിന് സോന ഒരു മാൻപേടയിൽ നിന്ന് ഒരു വളർച്ചയുള്ളൊരു മാനായിട്ട് മാറാൻ തുടങ്ങി. ഉസ്കെ ശരീർ കെ പീതാഭ് റോയെ താമ്രവർണ്ണി ഝലക് ദേനെ ലഗി.
അത് ആദ്യം അതിൻ്റെ ശരീരം ഒരു യെല്ലോയിഷ് ഷെയ്ഡായിരുന്നത് അതൊരു ഡാർക്ക് ഒരു കോപ്പറിഷ് കളർ ഷെയ്ഡ് തരാൻ തുടങ്ങി. ടാങ്കെ അധിക് സുഡോൾ ഓർ ഖുറോ കെ കാലേപ്പൻ മേ ചമക് ആ ഗയി. അതിൻ്റെ കാലുകളൊക്കെ കുറച്ചുകൂടി ഒരു വളർച്ച വന്ന മാനിനെ പോലെ വളർന്നു. അതിൻ്റെ ഖുറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നഖങ്ങൾ കാലിൻ്റെ അത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറായി. ഗ്രീവ അധിക് ബങ്കിം ഓർ ലച്ചീലി ഹോ ഗയി. കഴുത്ത് ഭാഗം ഗ്രീവ ഭാഗം അത് നല്ല ഹെവി ആയിട്ട് പിന്നെ നല്ല സോഫ്റ്റ് ലച്ചീലി. പീഠ് മേ ഭരാവ് വാല ഉതാർ ചടാവ് ഓർ സ്നിഗ്നത ദിഖായി ദേനെ ലഗി. പുറം നല്ല ഫുൾ നല്ലൊരു പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു മാനിനെ പോലെ ഒരു ഭരാവ് ഒരു നിറവ് തോന്നി തുടങ്ങി. ആദ്യം വന്നപ്പോൾ എന്താണ് വളരെ ദയനീയ അവസ്ഥയിൽ ശാരീരിക അവസ്ഥയായിരുന്നു. പിന്നീട് ഇവർ പാലൊക്കെ കൊടുത്ത് വളർത്തി ഭക്ഷണമെല്ലാം കൊടുത്ത് നന്നായി. അതിനുശേഷം ഇപ്പോൾ ഒരു പൂർണ്ണ വളർച്ച 1 വയസ്സായപ്പോൾ ഒരു പൂർണ്ണ വളർച്ചയുള്ളൊരു മാനിൻ്റെ ഒരു സൗന്ദര്യം അതിന് വന്നു. വളർച്ചയിലും കാണാം. परंतु सबसे अधिक विशेषता तो उसकी आँखों और दृष्टि में मिलती थी. ഏറ്റവും കൂടുതൽ പ്രത്യേകത ഞാൻ കണ്ടത് അതിൻ്റെ നോട്ടത്തിനാണ്, അതിൻ്റെ കണ്ണുകൾക്കാണ്. आँखों के चारों ओर खिंची कज्जल कोर में नीले गोलक और दृष्टि ऐसी लगती थी मानो नीलम के बल्बों में उजली विद्युत का स्फुरन हो. അതിൻ്റെ കണ്ണുകളുടെ ആ ഒരു കണ്ണിന് ചുറ്റിനും നമ്മൾ കൺമഷി എഴുതി വരച്ച പോലാണ് കറുപ്പ്. അതിലൊരു ബ്ലൂയിഷ് ടിഞ്ച് കാണാം. എന്നിട്ട് നോട്ടം നോക്കിയാൽ എന്തുവാണ്, നീലം കെ ബൾബോമേ ഉജ്ലി വിദ്യുത് ക സ്ഫുരൺ ഹോ. അതിനെ നോട്ടം നോക്കിയാൽ നമുക്ക് എന്ത് തോന്നും, ഒരു ബ്ലൂയിഷ് ടിഞ്ചിൽ ഒരു ബ്ലൂയിഷ് ബൾബിൽ അതിലിങ്ങനെ കറണ്ട് പാസ്സാകുന്ന പോലത്തെ ഒരു തെളിഞ്ഞ നോട്ടമാണ് അതിൻ്റെ കണ്ണുകൾക്ക്. സംഭവതഃ അബ് ഉസ്മേ വന തഥാ സ്വജാതി കാ സ്മൃതി സംസ്കാർ ജാഗ്നെ ലഗാ ഥാ. 1 വയസ്സൊക്കെ ആയപ്പോൾ അത് ഒരു പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു മാനായി മാറി. അതുമാത്രമല്ല നാച്ചുറലി അതിൻ്റെ മനസ്സിൽ വനത്തിലേക്ക് പോകണം, തൻ്റെ ജാതിയിൽപ്പെട്ട മറ്റ് മാൻ അവരെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം വളർന്നു തുടങ്ങി. प्रायः सूने मैदान में वह गर्दन ऊंची करके किसी की आहट की प्रतीक्षा में खड़ी रहती. അപ്പം ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, ഇതിങ്ങനെ സൂനെ मैदान ആരുമില്ലാത്ത ശൂന്യമായ മൈതാനത്തിൽ ഇങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ പൊക്കി ഗർദൻ ഊഞ്ചി കർക്കെ കിസിക്ക് ആഹട്ട് കി പ്രതീക്ഷാമേ ഖടി രഹത്തി. അതിങ്ങനെ ആരെയോ നോക്കി പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് കാണുമ്പോൾ എനിക്ക് തോന്നും അത് അതിൻ്റെ ജാതിയിൽപ്പെട്ട മറ്റ് മാൻകളെ പ്രതീക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നും. അതിൻ്റെ നോട്ടം കാണുമ്പോൾ നമുക്ക് തോന്നും അത് അതിൻ്റെ ജാതിയിൽപ്പെട്ട മറ്റ് മാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ. വാസന്തി ഹവാ ബഹനെ പർ യഹ മൂക്ക് പ്രതീക്ഷ ഓർ അധിക് മാർമിക് ഹോ ഉഠ്തി. നല്ല വസന്തകാലീന കാറ്റൊക്കെ ഇങ്ങോട്ട് വീശുമ്പം നമുക്ക് തോന്നും ഇതിൻ്റെ ആ ഒരു ലോങ്ങിങ്, തൻ്റെ സ്വജാതിയിൽപ്പെട്ട ആൾക്കാരെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഇതിന് കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നും. शैशव के साथियों और उनकी उछल कूद से अब उसका पहले जैसा मनोरंजन नहीं होता था. ബാല്യകാലത്തിൽ ഈ ഫ്ലോറ, ഹേമന്ത്, വസന്ത്, ഗോധൂലി ഈ പൂച്ചയും പട്ടിയായിട്ടൊക്കെ ഇത് നല്ല കളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം 1 വയസ്സൊക്കെ ആയപ്പോൾ ഇതിനൊരു മെച്യൂരിറ്റി വന്നപ്പോൾ ഇതിന് ആ കൂട്ടുകാരുമായിട്ടുള്ള കളിയിൽ അത്ര താല്പര്യമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഇത് മിക്ക സമയം ശൂന്യതയിൽ നോക്കി ഇങ്ങനെ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. അतः उसकी प्रतीक्षा के क्षण अधिक होते जाते थे. അതിങ്ങനെ വല്ലാതെ മോഹിക്കുന്ന പോലെ തൻ്റെ സ്വജാതിയിൽപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള സാമീപ്യം അത് മോഹിക്കുന്നത് പോലെ എനിക്ക് പ്രകടമായിട്ട് മനസ്സിലായി. इसी बीच फ्लोरा ने भक्तिन की कुछ अंधेरी कोठरी के एकांत कोने में 4 बच्चों को जन्म दिया और वह खेल के संगियों को भूलकर अपनी नवीन सृष्टि के संरक्षण में व्यस्त हो गई. ആയിടയ്ക്കാണ് എൻ്റെ നായ ഫ്ലോറ 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. അപ്പം അത്
അതങ്ങ് ബിസിയായി തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ. अपनी नवीन सृष्टि के संरक्षण में वो व्यस्त हो गई. തൻ്റെ പുതിയ സൃഷ്ടി, ആ 4 കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിൽ ഫ്ലോറ വളരെ ബിസിയായി. एक दो दिन सोना अपनी सखी को खोजती रही. फिर उसे इतने लघु जीवों से घिरा देखकर उसकी स्वाभाविक चकित दृष्टि गंभीर विस्मय से भर गई. 1-2 ദിവസം സോന തൻ്റെ കൂട്ടുകാരി ഫ്ലോറയെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. പിന്നീടാണ് ഈ ഒരു സീൻ കണ്ടത്. എന്താ കാണുന്നത്? ഫ്ലോറ 4 കുഞ്ഞ് ജീവൻ 4 കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഉസ്കി സ്വാഭാവിക് ചക്കിത് ദൃഷ്ടി ഗംഭീർ വിസ്മയ സെ ഭർ ഗയി. അപ്പോൾ ഇത് അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കി നിന്നുപോയി സോന. ഫ്ലോറയുടെ അടുത്ത് ഈ 4 കുഞ്ഞ് ജീവൻ കിടക്കുന്ന കണ്ട് സോന ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിന്ന്. एक दिन देखा फ्लोरा कहीं बाहर घूमने गई है और सोना भक्तिन की कोठरी में निश्चिंत लेटी है. ഒരു ദിവസം കണ്ട കാഴ്ച എന്താണ്? ഈ പ്രസവിച്ച് കിടന്ന ഫ്ലോറ എവിടെയോ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എവിടെയോ കറങ്ങാൻ പോയിരിക്കുന്നു. ഭക്ഷണം തേടി പോയതായിരിക്കാം. അപ്പോൾ അവിടെ പകരം ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആരാ കിടക്കുന്നത്? സോന കിടക്കുന്നു. और पिल्ले आंखें बंद करने के कारण ची ची करते हुए सोना के उदर में दूध खोज रहे थे. ഈ കൊച്ചു നായക്കുഞ്ഞുങ്ങൾക്ക്, പട്ടിക്കുട്ടികൾക്ക് അമ്മ അടുത്തില്ലാത്തത് കാരണം അതൊന്നും അറിയില്ല. അവരിങ്ങനെ ഈ സോനയാണ് അടുത്ത് കിടക്കുന്നത്. സോനയുടെ ഉദറിൽ, സോനയുടെ വയറ്റിലിങ്ങനെ പാല് തപ്പുകയാണ്. तब से सोना के नित्य के कार्यक्रम में पिल्लों के बीच लेट जाना भी സമ്മിലിത് ഹോ ഗയ. ഇത് സോന വളരെയധികം എൻജോയ് ചെയ്യുന്ന പോലെ തോന്നി. അതിനുശേഷം എല്ലാ ദിവസവും സോന ഒരു നിശ്ചിത ടൈമിൽ ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുന്ന ഒരു ശീലമാക്കി. ആശ്ചര്യ की बात यह थी कि फ्लोरा हेमंत, वसंत या गोधुली को तो अपने बच्चों के पास फटकने भी नहीं देती थी, परंतु सोना के संरक्षण में उन्हें छोड़कर आश्वस्त भाव से इधर उधर घूमने चली जाती थी. അതിശയം എന്ന് പറയട്ടെ, ഈ ഫ്ലോറ ഈ ബാക്കി നായ്ക്കളെ, ഹേമന്ത്, വസന്ത്, അതുപോലെ പൂച്ചയുണ്ട് ഒരു ഗോധുലി, ഇവരെ 3 പേരെയും തൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വരാൻ പോലും സമ്മതിക്കത്തില്ല. वो अपने बच्चों के पास फटकने भी नहीं देती. പക്ഷേ സോനയെ പൂർണ്ണ വിശ്വാസമായിരുന്നു ഫ്ലോറയ്ക്ക്. സോനയുടെ സംരക്ഷണത്തിൽ കുട്ടികളെ വിട്ടിട്ട് അവൾ വളരെ ആശ്വസ്ത ഭാവസെ ഘൂമനെ ലഗ്തി थी. അവൾക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. സംഭവतः वह सोना की स्नेही और अहिंसक प्रकृति से परिचित हो गई थी. ഒരു പക്ഷേ ഇതായിരിക്കും കാരണം. സോന ഒരു ആരെയും ദ്രോഹിക്കുന്ന ഒരു ജീവി അല്ല എന്ന് ഫ്ലോറയ്ക്ക് വരെ മനസ്സിലായി. അത് അഹിംസക്കാണ്, നോൺ വയലൻറ്റ് സ്വഭാവമാണ്, സ്നേഹിയാണ്. पिल्लों के बड़े होने पर और उनकी आंखें खुल जाने पर सोना ने उन्हें भी अपने पीछे घूमने वाली सेना में सम्मिलित कर लिया. കുട്ടികൾ അങ്ങോട്ട് വലുതാകുമ്പം അങ്ങനെ ഈ 4 നായക്കുഞ്ഞുങ്ങളും ഈ പട്ടിക്കുട്ടികൾ അല്പം വലുതായി, കണ്ണൊക്കെ തുറന്ന് അപ്പോൾ ഈ സോനയുടെ പുറകെ ഓടുന്ന ഒരു ഗ്രൂപ്പിൽ ഇവരും सम्मिलित कर लिया गया, ഇവരെയും കൂട്ടി. मानो इस वृद्धि के उपलक्ष्य में आनंदोत्सव मनाने के लिए अधिक देर तक मेरे सिर के आर पार चौकड़ी भरती रही. സോനയ്ക്കപ്പം നല്ല ഹാപ്പിനെസ് ആയി. തൻ്റെ ടീമിൽ 4 കൊച്ചു പട്ടിക്കുട്ടികളും കൂടെ ഇൻക്ലൂഡഡ് ആയി സോനയുടെ പുറകെ ഇങ്ങനെ ഓടാൻ. ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു അതിലായിരിക്കാം എൻ്റെ മുകളിലും എൻ്റെ തലയുടെ മേളിൽ കൂടെയും സോന പല പ്രാവശ്യവും ചോക്കടി ഭർത്തി रही. पर कुछ दिनों के उपरांत जब यह आनंदोत्सव पुराना पड़ गया, तब उसकी शब्दहीन संज्ञाहीन प्रतीक्षा की स्तब्ध घड़ियाँ फिर लौट आई. പക്ഷേ അത് അധികം നാൾ നീണ്ടു നിന്നില്ല. ഈ ഒരു പുതുമ ഇതാണ്, ഈ കൊച്ചു 4 കുട്ടികളെയും തൻ്റെ പ്ലേ ടീമിൽ കിട്ടി എന്നുള്ള പുതുമ അധികം നാൾ നിന്നില്ല. കുറച്ച് നാളിന് ശേഷം
പിന്നെയും ഈ സോന ഒരു ശബ്ദഹീൻ ഒരു പ്രതീക്ഷ, ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ വളരെ മൂകമായി സൈലൻ്റായിട്ട്, കാരണം അതിന് എന്തായാലും തൻ്റെ സ്വജാതിയിൽപ്പെട്ട അന്യ മാൻപേടകളുടെ കൂടെ ഇടപെടണമെന്നുള്ളൊരു സ്വാഭാവികമായ ഇൻസ്റ്റിങ്ക്റ്റ് അതിൽ കാണും, ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് അതിൽ കാണും എന്തായാലും. അപ്പോൾ ഈ കൊച്ചു നായക്കുട്ടികളുടെ ജനനം അതിലൊരു മാറ്റം വരുത്തിയെങ്കിലും താമസിയാതെ തന്നെ അതും ഒരു പഴയ ക്രമമായി മാറി. അപ്പോൾ അതിന് പിന്നെയും സോനയ്ക്ക് തൻ്റെ സ്വജാതിയിൽപ്പെട്ട ആൾക്കാരെ ഓർമ്മ വരും. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഈ ഒരു രേഖാചിത്രം ഇതിൻ്റെ നെക്സ്റ്റ് അപ്ലോഡിങ്ങിൽ ഇത് തീരുന്നതായിരിക്കും. നെക്സ്റ്റ് അപ്ലോഡിങ്ങിൽ ഇതൊരു പുതിയ ടേൺ എടുക്കും. ഈ സോനയുടെ ലൈഫിലുള്ള ഒരു സോനയെ വളർത്തി, ഇപ്പം നമ്മൾ കണ്ടു, നമ്മൾ ഈ രേഖാചിത്രത്തിൽ വളരെ മനോഹരമായി മഹാദേവി വർമ്മ ഈ മാനിനെ വളർത്തുന്ന ആ ഒരു അനുഭവം നമ്മളോട്ട് പങ്കുവെച്ചു. അതും എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? ശബ്ദചിത്രത്തിലൂടെ, വാക്കുകളിലൂടെ വരച്ച് കാട്ടുകയാണ്. അതിൻ്റെ ശാരീരിക സൗന്ദര്യം, അതിൻ്റെ കണ്ണിൻ്റെ സൗന്ദര്യം, പിന്നെ അതിൻ്റെ മാനസികാവസ്ഥ എല്ലാം നമ്മളെ വരച്ച് കാട്ടുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് അപ്ലോഡിങ് ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൽ നമ്മളിതിൻ്റെ ഒരു ട്രാജിക് എൻഡാണ് കാണുന്നത്. ആ ഒരു ട്രാജിക് എൻഡ് കാരണമാണ് മഹാദേവി വർമ്മ ഒരു തീരുമാനമെടുത്തത്, ഇനി മേലാൽ ഞാൻ ഈ മാനിനെ ഒരിക്കലും വളർത്തില്ല എന്നുള്ളത്. മഹാദേവി വർമ്മയുടെ വളരെ ടച്ചിങ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോന ഹിർണിയാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഇതതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ പുതിയ അറിവുകൾ തന്നിട്ടാണ് ഈ ഒരു രേഖാചിത്രം കടന്നു പോകുന്നത്. നായക്കുഞ്ഞിനെയും പൂച്ചക്കുട്ടിയെയൊക്കെ നമുക്ക് വളർത്തി, നമ്മളിൽ പലരും വളർത്തി നമുക്ക് അറിവുള്ളതാണ്. പക്ഷെ ഒരു മാൻകിടാവിനെ വളർത്തുന്ന ഒരു ഫീലിംഗ്, അതിൻ്റെ ഒരു ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള അതിൻ്റെ ചിന്താഗതി, അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസും അതിൻ്റെ മാനസിക തലങ്ങളിലേക്കും ഈ രേഖാചിത്രം നമ്മളെ കൊണ്ടുപോവുകയുണ്ടായി. ഈ ലാസ്റ്റ് അപ്ലോഡിങ് ഒരു വളരെ ട്രാജിക് ട്വിസ്റ്റിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം. ഉസി വർഷ് ഗർമിയോ മേ മേരാ ബദ്രീനാഥ് യാത്രാ കാ കാര്യക്രം ബന. ആ വർഷം തന്നെ, ആ വർഷവും ഉദ്ദേശിക്കുന്നത് ഞാൻ സോന ഹിർണിയെ വളർത്തിയ ആ വർഷം സമ്മർ വെക്കേഷനിൽ ബദ്രീനാഥ് എന്ന തീർത്ഥയാത്ര പോകാനുള്ള എൻ്റെ ഒരു പ്രോഗ്രാം തയ്യാറായി. എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായി ബദ്രീനാഥ് പോയി വരാനുള്ളത്. പ്രായഃ मैं अपने पालतू जीवों के कारण प्रवास कम करती हूँ. യൂഷ്വലി ഞാൻ അങ്ങനെ എൻ്റെ പെറ്റ് ആനിമൽസിനെ വിട്ടിട്ട് അങ്ങനെ അധികം വീട് വിട്ട് നിൽക്കാറില്ല. उनकी देख रेख के लिए सेवक रहने पर भी मैं उन्हें छोड़कर आश्वस्त नहीं हो पाती. എൻ്റെ അഭാവത്തിൽ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവരെ നോക്കാൻ ഞാൻ ആൾക്കാരെ വെച്ചിട്ടുണ്ട് വീട്ടിൽ. പക്ഷേ എന്നാലും എനിക്കൊരു സമാധാന കുറവാണ്. അതുകൊണ്ട് ഈ മൃഗങ്ങളെ വിട്ടിട്ട് ഞാൻ അധികം ദൂരെ പോകാറില്ല. भक्तिन, अनुरूप आदि तो साथ जाने वाले थे ही. पालतू जीवों में से मैंने फ्लोरा को साथ ले जाने का निश्चय किया, क्योंकि वह मेरे बिना रह नहीं सकती थी. എൻ്റെ കൂടെ ഈ ബദ്രീനാഥ് യാത്രയിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഭക്തിൻ, അതുപോലെ അനുരൂപ്, അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലോറ വളരെയധികം എന്നുമായിട്ട്, ഫ്ലോറ ഞാനില്ലാതെ വളരെ ഡിപ്രസ്ഡ് ആവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ നായ ഫ്ലോറയെ ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. छात्रावास बंद था, अतः सोना के नित्य नैमित्तिक कार्यकलाप भी बंद हो गए थे. ഛാത്രാവാസ് അടഞ്ഞു കിടക്കുകയായിരുന്നു, ഹോസ്റ്റൽ. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ പോയി അവിടുത്തെ കുട്ടികളുമായിട്ട് ഇങ്ങനെ മിങ്കിളാവുന്ന സോനയുടെ ആ ഒരു രീതി ഉണ്ടല്ലോ, അതും അങ്ങ് ആ സമയത്ത് ഇല്ലായിരുന്നു. സമ്മർ വെക്കേഷനായിരുന്നു. മേരി ഉപസ്ഥിതി കാ ഭി അഭാവ് था, अतः उसके आनंदोल्लास के लिए भी അവകാശ് കം था. അപ്പം ഞാനും ഇല്ല, ഹോസ്റ്റലും അടഞ്ഞു കിടക്കുന്നു. ആകെ മൊത്തം സോനയ്ക്കൊരു ഡിപ്രഷൻ മോഡിലേക്ക് വന്നു. ആകെ മൊത്തം സോന അങ്ങ് ഒറ്റപ്പെട്ട്. हेमंत वसंत मेरी यात्रा और तज्जनित अनुपस्थिति से परिचित हो चुके थे. होल डोल बिछाकर उसमें बिस्तर रखते ही वे दौड़कर उस पर लेट जाते और भौंकने तथा क्रंदन की ध्वनियों के सम्मिलित स्वर में मुझे मानो उपालंब देने लगते. എൻ്റെ നായ്ക്കൾ ഹേമന്തും വസന്തും അവർക്ക് എൻ്റെ ഈ ഒരു യാത്ര, എൻ്റെ അനുപസ്ഥിതി, എൻ്റെ
ഇല്ലായ്മ, എൻ്റെ അഭാവം അവർക്ക് പരിചയമുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ യാത്ര പോകുമ്പോൾ അവർക്കറിയാം. ഞാൻ പാക്ക് ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ ഹോൾഡോൾ, എൻ്റെ ബെഡ് ഹോൾഡർ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ചെറിയ മെത്ത പോലത്തെ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അത് ഞാൻ പാക്ക് ചെയ്യുമ്പം തന്നെ ഹേമന്തും വസന്തിനും മനസ്സിലാവും ഞാൻ എവിടെയോ പോവാണെന്ന്. എന്നിട്ട് ആ ബെഡ് ഹോൾഡറിൻ്റെ മുകളിൽ എന്നെ പാക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അവിടെ കരയുന്ന പോലത്തെ സൗണ്ടും കുരയ്ക്കുകയും ഒക്കെ ചെയ്യും. അവരുടെ ആ കരച്ചിലും ആ കുരയ്ക്കലും ഒക്കെ എനിക്ക് തോന്നും അവരെന്നെ കുറ്റപ്പെടുത്തുകയാണ്, എന്തിനാണ് ഞങ്ങൾ ഇട്ടിട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നും. യദി ഉन्हें बांध न रखा जाता तो वे कार में घुसकर बैठ जाते. അതുപോലെ ഞാൻ ഇറങ്ങാറാകുമ്പോഴത്തേക്കിന് ഈ ഹേമന്തും വസന്തിനെ ആ സമയത്ത് കെട്ടിയിട്ടിട്ടില്ല എങ്കിൽ അവർ ചാടി എൻ്റെ കൂടെ കാറിൽ കയറും. അതല്ല കെട്ടിയിട്ടിരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യും അവർ? വേ പീछे पीछे दौड़ कर സ്റ്റേഷൻ തക് ജാ പहुँचते. സ്റ്റേഷൻ വരെ എൻ്റെ വണ്ടിയുടെ പുറകെ ഓടും. परंतु जब मैं चली जाती तब वे उदास भाव से मेरे लौटने की प्रतीक्षा करने लगते. എന്നിട്ട് ഞാൻ പോയി അവർക്ക് പക്ഷേ അത് ശീലമാണ്. ഞാനിങ്ങനെ പോകുന്നു, അത് കഴിഞ്ഞ് ഞാൻ വരുമ്പം അവർ ഹാപ്പി ആവുന്നു. അപ്പോൾ ഈ ഹേമന്തും വസന്തിനും അതൊരു പരിചയമുള്ള കാര്യമാണ് എൻ്റെ ഈ പോക്ക്. सोना की सहज चेतना में मेरी यात्रा जैसी स्थिति का बोध था, न प्रत्यावर्तन का. സോനയുടെ ആ ഒരു അറിവ് തലം വളരെ കുറവായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ദേഷ്യപ്പെട്ടാൽ പോലും അതിനറിയില്ല നമ്മൾ ദേഷ്യപ്പെടുകയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയോ പോകുകയാണ് എന്നുള്ള ഒരു തോന്നൽ അതിനുണ്ടായി. പക്ഷേ ന പ്രത്യാവർത്തൻ കാ, ഇത് റിപ്പീറ്റായി ഞാൻ തിരിച്ചു വരും അങ്ങനെ ഒരു ബോധം അതിന് ഇല്ല. इसी से उसकी निराश जिज्ञासा और विस्मय का अनुमान मेरे लिए सहज था. അതുകൊണ്ട് തന്നെ എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അത് എത്രമാത്രം നൈരാശ്യത്തിലും ഒരു വിസ്മയത്തിലും പൂണ്ടാണ് എന്നെ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എവിടെയോ അതിനിട്ടിട്ട് പോവുകയാണെന്ന് അതിന് മനസ്സിലായി. പക്ഷേ ഞാൻ പോയ പോലെ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ളൊരു അറിവ് അതിന് ഇല്ലായിരുന്നു. ആ മൃഗത്തിന് പൊതുവെ, മാനിന് പൊതുവെ അങ്ങനത്തെ ഗ്രഹിക്കുന്ന ശക്തി കുറവാണ്. അത് വളരെ നിഷ്കളങ്കമായിട്ടൊരു ജീവിയാണ്. ഇസ്ലിയെ മേരി യാത്രാക്കി സ്ഥിതി കാ ബോധ് ഥാ ന പ്രത്യാവർത്തൻ കാ. അവിടെ ഒരു ടെക്സ്റ്റിൽ ഐ തിങ്ക് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നവപ്രത്യാവർത്തനാണ്, ന പ്രത്യാവർത്തനാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത്. पैदल जाने आने के निश्चय के कारण बद्रीनाथ की यात्रा में ग्रीष्मावकाश समाप्त हो गया. അപ്പം നടന്നു പോയി വരാമെന്നാണ് തീരുമാനിച്ചത് ബദ്രീനാഥ് യാത്ര. അപ്പം അതൊരു തീർത്ഥയാത്രയും കൂടെ ആയത് കാരണം നടന്നു പോകാമെന്ന് തീരുമാനിച്ചത് കാരണം ആ ഒരു സമ്മർ വെക്കേഷൻ അങ്ങ് തീർന്നു ഈ പോക്കിൽ. 2 जुलाई को लौट कर जब मैं बंगले के द्वार पर आ खड़ी हुई तब बिछड़े हुए पालतू जीवों में കോലാഹൽ ഹോനെ ലഗ. അങ്ങനെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ ജൂലൈ 2 തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടപ്പം തന്നെ, ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പം തന്നെ എൻ്റെ എല്ലാ വളർത്തുമൃഗങ്ങളും ഓടിച്ചാടി വന്ന് വളരെ സന്തോഷത്തോടെ എന്നെ വരവേറ്റു. गोधूली कूद कर कंधे पर आ बैठी. हेमंत वसंत मेरे चारों ओर परिक्रमा करके हर्ष की ध्वनियों में मेरा स्वागत करने लगे. എൻ്റെ പൂച്ച ഗോധൂലി ചാടി എൻ്റെ തോളിൽ കയറിയിരുന്നു. ഹേമന്ത് വസന്ത് എൻ്റെ ചുറ്റിനും കിടന്ന് കറങ്ങി ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി. पर मेरी दृष्टि सोना को खोजने लगी. പക്ഷെ ഞാൻ വളരെ കൗതുകത്തോടെ സോന എന്തിയെന്ന് തിരക്കാണ്. क्यों वह अपना उल्लास व्यक्त करने के लिए मेरे सिर के ऊपर से छलांग नहीं लगाती. ഞാനതാണ് ആലോചിക്കുന്നത്. ഓടി വന്ന് എൻ്റെ ശിരസിന് മീതെ ചാടി സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് സോന. പക്ഷെ സോനയെ കാണുന്നില്ല. സോന കഹാ ഹെ പൂച്ഛനെ പർ മാലി ആഖേ പോച്ഛനെ ലഗ. എന്തിയെ സോന എന്ന് ചോദിച്ച മാത്രയിലും ആ ഗാർഡനർ മാലിക്ക് അങ്ങ് കണ്ണ് നിറഞ്ഞ് അയാൾ കണ്ണ് തുടയ്ക്കാൻ തുടങ്ങി. ചപ്രാസി ചോക്കിദാർ ഏക് ദൂസരെ കാ മുഖ് ദേഖ്നെ ലഗെ. എന്നിട്ട് വാച്ച്മാനും ചോക്കിദാറും ചപ്രാസി എല്ലാം തമ്മിലിങ്ങനെ അന്തമിട്ട പോലെ നോക്കുകയാണ്. वे लोग आने के साथ ही मुझे कोई दुखद समाचार नहीं देना चाहते थे, परंतु माली की भावुकता ने बिना बोले ही उसे दे डाला. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ എനിക്കൊരു സാഡ് ന്യൂസ് പറയാൻ അവർ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്. പക്ഷേ മാലി ഇങ്ങനെ കണ്ണ് തുടയ്ക്കുന്ന, സോനയെപ്പറ്റി ചോദിച്ചപ്പം തന്നെ ഇങ്ങനെ വിഷമിച്ച് കണ്ണ് തുടയ്ക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. ज्ञात हुआ
कि छात्रावास के सन्नाटे और फ्लोरा के तथा मेरे अभाव के कारण सोना इतनी अस्थिर हो गई थी कि इधर उधर कुछ खोजती सी वह प्रायः कंपाउंड से बाहर निकल जाती थी. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ പോയതിന് ശേഷം എൻ്റെ അഭാവം ഫ്ലോറയെ ഞാൻ കൊണ്ടുപോയി. അതുകൊണ്ട് ഫ്ലോറയുടെ അഭാവം, പിന്നെ ഹോസ്റ്റലും അടഞ്ഞു കിടക്കുകയാണ്, അപ്പോൾ കുട്ടികളുമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും സോന അങ്ങ് ഡിപ്രസ്ഡായി, ഈ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ. ഓർ വഹ അസ്ഥിർ ഹോ ഗയി, അതിൻ്റെ ഒരു ബാലൻസ് തെറ്റിയതുപോലെ, ഒരു മാനസിക ബാലൻസ് തെറ്റിയതുപോലെ. വഹ ഇധർ ഉധർ ഖോജ്തി സി പ്രായഃ കമ്പൗണ്ട് സെ ബാഹർ നിക്കൽ ജാത്തി थी. എന്തൊക്കെയോ തിരയുന്നത് പോലെ, എന്നിട്ട് കോമ്പൗണ്ടിൻ്റെ വെളിയിൽ അങ്ങ് ഇറങ്ങിപ്പോവും. എന്നുവെച്ചാൽ ഈ ഒരു മൗനം, ആൾക്കാരില്ലായ്മ സോനയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. ഇത്തനി ബഡി ഹിർനി കോ പാലനെ വാലെ തോ കം थे, परंतु उसे खाद्य और स्वाद प्राप्त करने के इच्छुक വ്യക്തിയോं का ബാഹുല്യ था. നോക്കൂ, ഇത്രയും വലിയൊരു മാനിനെ വളർത്തുന്നവർ വളരെ കുറവാണ്. കാരണം മാൻ വളർന്നു വരുന്നവരും അതിന് ഭക്ഷണവും വേണം, അതിന് ഒരുപാട് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. പക്ഷേ വെളിയിൽ ഒരു മാനിനെ കാണുവാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാർ ഒരുപാട് കാണും, അതിൻ്റെ മാംസം ഭക്ഷിക്കാനും പിന്നെ അതിൻ്റെ തോല് ഉപയോഗിക്കാനും. കാരണം മനുഷ്യൻ ക്രൂരതയുടെ ഒരു മൂർത്തിഭാവമാണെന്ന് നമുക്കറിയാവുന്നതാണ്. इसी आशंका से माली ने उसे मैदान में एक लंबी रस्सी से बांधना आरंभ कर दिया था. ഈ ഒരു ഡൗട്ട് കാരണം ഈ ഗാർഡനർ എന്ത് ചെയ്തു, മാലി ഒരു നീണ്ട കയറിൽ ഈ സോനായെ അവിടെ കെട്ടാൻ തുടങ്ങി. ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു നീണ്ട കയറിൽ കെട്ടാൻ തുടങ്ങി. കാരണം അഴിച്ചു വിട്ടാൽ ഇതിങ്ങനെ വെളിയിലിറങ്ങി പോകുന്ന ഒരു ശീലം തുടങ്ങി. ആ ശീലം പണ്ടില്ലായിരുന്നു. एक दिन न जाने किस स्तब्धता की स्थिति में बंधन की सीमा भूलकर बहुत ऊंचाई तक उछली और रस्सी के कारण मुंह के बल धरती पर आ गिरी. ഒരു ദിവസം ഉണ്ടല്ലോ, എന്തെന്നറിയില്ല, ആ സോന ചാടി. അതിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതിനുള്ള ഓർമ്മ അതിന് വന്നില്ല. അത് വല്ലാതെ മുകളിലോട്ട് ചാടി. എന്നിട്ട് കയറ് കെട്ടിയിരിക്കുന്നത് കാരണം പടോന്ന് വന്ന് താഴെ വീണു. മുഖ് കെ ബൽ ധർത്തി പർ ആകി, മുഖം വന്ന് അടിച്ച് ഭൂമിയിൽ വന്ന് വീണു. വഹി ഉസ്കി അന്തിം സാസ് ഓർ അന്തിം ഉച്ചാൽ ഥി. അത് അവസാനത്തെ ചാട്ടമായിരുന്നു. അത് ആ ഒരു ചാട്ടത്തിൽ വന്ന് വീഴുകയും മരിക്കുകയും ചെയ്തു. सब उस सुनहले रेशम की गठरी के शरीर को गंगा में प्रवाहित कर आए और इस प्रकार किसी निर्जन वन में जन्मी और जनसंकुलता में पली सोना की करुण कथा का अंत हुआ. എല്ലാവരും സോനയെ കൊണ്ടുപോയി ആ ഒരു ഗംഗാ നദിയിൽ ഒഴുക്കി. ഓർ ഇസ് പ്രകാർ കിസി നിർജൻ വൻ മേ ജന്മി, ഒരു നിർജൻ വൻ, ഒരു വനസ്ഥലിയിൽ ജനിച്ച്, എങ്കിൽ ജൻസങ്കുൽത്താമേ പലി, ജനങ്ങളുടെ ഇടയിൽ വളർന്ന സോന, അതിൻ്റെ ഒരു കരുണ അന്ത്യമായിരുന്നത്. സബ് സുൻകർ मैंने निश्चय किया था कि हिरण नहीं पालूंगी. ഇതെല്ലാം കേട്ട് എൻ്റെ ടെൻഷൻ, എനിക്കങ്ങ് സോനയുടെ ആ ഒരു ട്രാജിക് എൻഡ് കേട്ടിട്ട് ഞാൻ ഇനി മേലാ ഈ ഹിരണിനെ വളർത്തില്ല എന്ന് തീരുമാനം എടുത്തു. കാരണം നായ്ക്കളെയൊക്കെ നമുക്കറിയാം, നമ്മൾ വളർത്തുമ്പോൾ അറിയാം, നമ്മൾ വീട് പൂട്ടിയിട്ട് അവരെ ഒറ്റയ്ക്ക് കോമ്പൗണ്ടിലിട്ടിട്ട് പോയാലും അവർ ഇങ്ങനത്തെ രീതിയിൽ ഡിപ്രസ്ഡ് ആവത്തില്ല. നമ്മൾ വൈകിട്ട് വരുമ്പോൾ അവർ ഹാപ്പിയാവും. അല്ല, 2 ദിവസം കഴിഞ്ഞ് വന്നാലും അവർ സർവൈവ് ചെയ്യും. ഭക്ഷണം ഇല്ലെങ്കിൽ പോലും അവർ സർവൈവ് ചെയ്യും. പക്ഷേ ഈ 2 ദിവസം കഴിഞ്ഞ് വന്നാലും അവർ സർവൈവ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം നായ്ക്കൾക്ക് വരുന്നില്ല, പക്ഷേ പൂച്ചയ്ക്കും അത് വരുന്നില്ല. പക്ഷേ ഈ മാനിനെ വളർത്തിയ എൻ്റെ അനുഭവം വളരെ ട്രാജിക്കായിരുന്നു. അതുകൊണ്ട് मैंने निश्चय किया कि मैं हिरण नहीं पालूंगी. ഞാൻ അന്ന് തീരുമാനം എടുത്തതാണ്, ഞാൻ ഈ മാനിനെ ഞാൻ ഇനി മേല വളർത്തത്തില്ല. അന്ന് ഞാൻ നിശ്ചയിച്ചതാണ്, മാൻ ഞാൻ മേല വളർത്തത്തില്ല. पर संयोग से फिर हिरण ही पालना पड़ रहा है. പക്ഷേ കോയിൻസിഡൻ്റ്ലി നോക്കിയേ, ഇപ്പോൾ സുസ്മിത ബസുവിൻ്റെ കത്തിലും ഒരു മാനിനെ പറ്റിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. മാൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മൃഗമായി മാറി ആക്ച്വലി വളർത്തിയപ്പോൾ. കാരണം വളരെ നിഷ്കളങ്കമായ കണ്ണുകളും, നമ്മൾ വഴക്ക് പറയുന്ന പോലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്, അത്രയ്ക്ക് നിഷ്കളങ്കതയുണ്ട്. പക്ഷേ ആ ഒരു ട്രാജിക് എൻഡ് ഓർത്തിട്ടാണ് ഞാൻ വളർത്തണ്ടാൻ തീരുമാനിച്ചത്. എന്നിരുന്നാലും സുസ്മിതയുടെ ഈ മാനിനെ ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദുഷ്ട വ്യക്തികളുടെ കയ്യിൽ പെട്ടുപോകുമോ എന്നുള്ളൊരു ഭയം കാരണം ഞാൻ എൻ്റെ തീരുമാനം മാറ്റാൻ തീരുമാനിച്ചു. വളരെ മനോഹരമായി വാക്കുകളിലൂടെ ഈ സോന ഹിർണിയെ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയതുപോലെയാണ്
നമ്മൾ കണ്ട് പരിചയിച്ച ഒരു മൃഗം പോലെയായി മാറി സോനാഹിർണി. മഹാദേവി വർമ്മയുടെ ഓൾമോസ്റ്റ് എല്ലാ രേഖാചിത്രം ഇതുപോലാണ്. നിങ്ങൾ സമയം കിട്ടുമ്പം തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ നീൽകണ്ഠ് മോർ എന്ന് പറഞ്ഞ ഒരു ഇത് മയിലിനെ വളർത്തുന്നത്, അതൊരു വളരെ നല്ല അനുഭവമാണ്. ഈ മൃഗങ്ങൾക്കും ഇത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും അസൂയയും ഒക്കെ പരിഭവവും ഒക്കെ ഉണ്ടെന്നുള്ളത് ആ നീൽകണ്ഠ് മോർ വായിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഗില്ലു ഉണ്ട്, ഒരു അണ്ണാനിനെ പറ്റി, ഗോര, ഇതെല്ലാം എന്തെങ്കിലും 1-2 എങ്കിലും വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം രേഖാചിത്ര ഹിന്ദിയിൽ അധികം ആൾക്കാർ എഴുതാറില്ല. മഹാദേവി വർമ്മ അതിൻ്റെ ബെസ്റ്റ് രേഖാചിത്രകളാണ്. അപ്പം വായിച്ചാൽ നമുക്കൊരിക്കലും ബോറടിക്കത്തില്ല. പിന്നീട് നമുക്കിപ്പം തന്നെ കണ്ടോ, നമുക്കിനി ഏത് മാനിനെ കണ്ടാലും നമുക്ക് ആ പെട്ടെന്ന് സോനാഹിർണി എന്നാണ് ഓർമ്മ വരുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് വരച്ച് കാട്ടിയിരിക്കുന്നത്. അപ്പം നമുക്കിനി പിന്നീട് ഒരു എപ്പിസോഡിൽ മഹാദേവി വർമ്മ റൈറ്ററിൻ്റെ മറ്റ് ലിറ്റററി കോൺട്രിബ്യൂഷൻസ്, പിന്നെ ഈ സോനാഹിർണി എന്ന ചാപ്റ്ററിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വെബ്സൈറ്റിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊക്കെ പിന്നീടൊരു അപ്ലോഡിങ്ങിലാകാം. അതുവരേക്കും നന്ദി, നമസ്കാരം.